സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ നമ്മുടെ ആ ഒരു മൗത്ത് മുതൽ താഴേക്ക് ഈസോഫാഗസ്, സ്റ്റൊമക്ക്, പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ലിവർ, പാങ്ക്രിയാസ്, അങ്ങനെ അങ്ങ് നമ്മുടെ ഏനസ് വരെ എത്തുന്നിടം വരെയുള്ള ഓരോ ഭാഗത്തുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ് ആണ് നമ്മൾ ഇതിനകത്തോട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഡിസ്ഫേജിയ ആണ്. എന്താണ് ഡിസ്ഫേജിയ? ഡിസ്ഫേജിയ എന്ന് മീൻസ് എന്താണ്? ഡിഫിക്കൽട്ടി ഇൻ സ്വാളോയിങ് ആണ്. അതായത് ഡിസ്ഫേജിയ ഓർ ഡിഫിക്കൽട്ടി ഇൻ സ്വാളോയിങ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ സിംറ്റം ഓഫ് ഈസോഫാഗൽ ഡിസീസ്. അതായത് നമ്മുടെ ഈസോഫാഗസിന് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പം, അല്ലെങ്കിൽ ഈസോഫാഗസിന് എന്ത് ടൈപ്പ് ഓഫ് ബുദ്ധിമുട്ട് വന്നാലും എന്താണ് ആദ്യം വരുന്ന അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു സിംറ്റമാണ് എന്ത്? ഡിസ്ഫേജിയ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി സ്വാളോയിങ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് അത് ഇറക്കാനൊരു ബുദ്ധിമുട്ട് വരിക, അല്ലേ? ഇപ്പോൾ ഒന്നും വേണ്ട, നമുക്കിപ്പോൾ ഒരു മാനസിക പ്രയാസം അല്ലെങ്കിൽ ഒരു വിഷമം വന്നാൽ തന്നെ എന്താണ്, ചിലർക്ക് ഭക്ഷണം ഇറക്കാനായിട്ടൊരു വിഷമമായിരിക്കും, അല്ലെ? തൊണ്ടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയും. എന്താണ്? ഡിസ്ഫേജിയ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ് ആയിരിക്കും. ചിലപ്പം അതിൻ്റെ കൂടെ എന്താണ് പെയിനും വരാം. ഓക്കെ, അപ്പോൾ ഇറ്റ് ക്യാൻ റേഞ്ച് ഫ്രം എ മൈൽഡ് സെൻസേഷൻ ഓഫ് ഫുഡ് ബീങ് സ്റ്റക്ക് ഇൻ ദ അപ്പർ ഈസോഫാഗസ് ടു സിവിയർ പെയിൻ വെൻ സ്വാളോയിങ്. അതായത് ചിലപ്പം ഇത് സൈക്കോളജിക്കലിയും വരാം കേട്ടോ. അതായത് നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് അസുഖം ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ മെൻ്റലായിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലോ ഈ പറഞ്ഞൊക്കെ എനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല എന്ന് പറയും. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഒരു മൈൽഡ് സെൻസേഷൻ. അപ്പോൾ ഇതിനൊരു വേരിയേഷൻ പറയുന്നുണ്ട്. അതായത് ഇറ്റ് ക്യാൻ റേഞ്ച് ഫ്രം മൈൽഡ് സെൻസേഷൻ ഓഫ് ബീങ് ഫുഡ് സ്റ്റക്ക് ഉണ്ട്. അതായത് നമുക്കിങ്ങനെ ഫുഡ് അവിടെ സ്റ്റക്ക് ചെയ്തിരിക്കുകയാണെന്ന് തോന്നും. ഓക്കെ, ടു എത്രയാണ്? ടു സിവിയർ പെയിൻ വൈൽ സ്വാലോയിങ്. അതായത് നമ്മൾ ഭക്ഷണം ഇറക്കുന്ന സമയത്ത് അതിഭയങ്കരമായിട്ട് അല്ലെങ്കിൽ അതികഠിനമായിട്ടുള്ള വേദന അല്ലെങ്കിൽ പെയിൻ നമുക്ക് അനുഭവപ്പെടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒഡിനോഫേഗിയ എന്ന് പറയും. എന്ത് പറയും? സിവിയർ പെയിൻ വെൻ സ്വാളോയിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് ഒഡിനോഫേഗിയ. ഓക്കെ, ഇനി ഫുഡ് ഓർ ലിക്വിഡ് ഒബ്സ്ട്രക്ഷൻ ക്യാൻ ഒക്കർ അറ്റ് എനി പാർട്ട് ഓഫ് ദി ഈസോഫാഗസ്. ഈസോഫാഗസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമുക്കറിയാം നീളമുള്ള ഫുഡ് പാസ് ചെയ്ത് പോകുന്ന ഒരു കുഴലാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്പർ പാർട്ടുണ്ട്, ഒരു മിഡിൽ പാർട്ടുണ്ട്, ഒരു ലോവർ പാർട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് അപ്പർ പാർട്ടിലോ മിഡിൽ പാർട്ടിലോ ലോവർ പാർട്ടിലോ ഈസോഫാഗസിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഉണ്ടാകാം. അത് ചിലപ്പം സോളിഡ് ഫുഡിന് മാത്രമാകാം, ചിലപ്പോൾ ലിക്വിഡ് ഫുഡ് ചിലർക്കുണ്ട്. അതായത് ലിക്വിഡ്സ് ഇറക്കുന്ന സമയത്തായിരിക്കും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, പക്ഷേ സോളിഡ്സ് ഇറക്കുമ്പം അവർക്ക് അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. ഇത് തിരിച്ച് സംഭവിക്കാം. ഓക്കെ, അപ്പം ഇറ്റ് ക്യാൻ ഫുഡ് ഓർ ലിക്വിഡ് ഒബ്സ്ട്രക്ഷൻ ക്യാൻ ഒക്കർ അറ്റ് എനി പാർട്ട് ഓഫ് ദ ഈസോഫാഗസ്, ദാറ്റ് ഈസ് അപ്പർ മിഡിൽ ഓർ ലോവർ പാർട്ട് ഓഫ് ദ ഈസോഫാഗസ്. ഓക്കെ, ഇനി ഡിസ്ഫേജിയയ്ക്ക് കാരണമാകുന്ന കണ്ടീഷൻസ് ആണ് പറയുന്നത്. വേരിയസ് conditions can cause dysphagia including motility disorders. motility disorders എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഈസോഫാഗസിന്റെ ഒരു ഫംഗ്ഷൻ എന്താണ്? നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണം അതിങ്ങനെ ബോളസ് ആയിട്ട് മാറും, അല്ലെ? ബോളസ് എന്ന് വെച്ചാൽ നമ്മുടെ വായ്ക്കകത്ത് ഇങ്ങനെ ബോളുകൾ പോലായിട്ട് മാറിയിട്ട് ഇത് നമ്മുടെ ആ ഈസോഫാഗസ് അല്ലെങ്കിൽ ആ അന്നനാളം എന്ന് പറയുന്നതിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് അവിടെ ഒരു കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ മൂവ്മെന്റ് വരുന്നുണ്ട്, അല്ലെ? അതായത് നമ്മുടെ ഈ ഈസോഫാഗസിനകത്തുനിന്ന് അല്ലെ, ഈസോഫാഗസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മസ്കുലാർ ആയിട്ടുള്ള ട്യൂബാണ്. അപ്പോൾ ഇങ്ങനെ ബോൾസ് ആയിട്ടാണ് നമ്മുടെ ഈ ഫുഡ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത് വെറുതെ ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇറങ്ങി പോകണോ? അല്ല, അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? ഒരു ബോൾ വരുന്ന സമയത്ത് ഇവിടെ ഈ ഭാഗം ഒന്ന് കൺട്രാക്ട് ചെയ്യും, അടുത്ത ബോളിന് പോകാനായിട്ട് എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യും. അപ്പോൾ ഒരു കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ആ പെരിസ്റ്റാൾട്ടിക് മോഷൻ എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് പഠിച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് അതെന്തുകൊണ്ടാണ്? അത് ആ ഒരു ഈസോഫാഗസിന്റെ മോട്ടിലിറ്റി കൊണ്ടാണ്. അപ്പം ആ മോട്ടിലിറ്റി അല്ലെങ്കിൽ മൂവ്മെന്റിൽ ഉണ്ടാവുന്ന ഡിസോർഡേഴ്സ് കാരണം ഡിസ്ഫേജിയ വരാം. ആ മോട്ടിലിറ്റി ഡിസോർഡേഴ്സിൽ വരുന്ന എന്താണ്? അക്കലേഷ്യ ഉണ്ട്, ഡിഫ്യൂസ് സ്പാസം ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതൊക്കെ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ്, അല്ലെ? നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ഈ പറഞ്ഞൊക്കെ എന്താണ് HCl ഒക്കെ സെക്രീഷൻ കൂടുന്നത് കാരണം ഈസോഫാഗൽ റിഫ്ലക്സ് അല്ലെങ്കിൽ നമ്മളിപ്പം ഈ പുളിച്ച് തികട്ടൽ എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ടേം ആണ്. അതുപോലൊക്കെ ഹയാറ്റസ് ഹെർണിയ, ഡൈവർട്ടിക്കുല, പെർഫറേഷൻ, ഫോറിൻ ബോഡി ഇമ്പാക്ഷൻ, കെമിക്കൽ ബേൺസ്, ബിനൈൻ ട്യൂമേഴ്സ്, കാർസിനോമ, ഈ പറയുന്ന പല കേസിലും എന്താണ്? നമ്മുടെ ഡിസ്ഫേജിയ ഉണ്ട്. അപ്പോൾ ഡിസ്ഫേജിയ ഉണ്ടാവുന്ന കാരണങ്ങളാണ് പറയുന്നത് മോട്ടിലിറ്റി ഡിസോർഡേഴ്സ് ലൈക്ക് അക്കലേഷ്യ ഉണ്ട്, ഡിഫ്യൂസ് സ്പാസം ഉണ്ട്, ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ്, ഹയാറ്റൽ ഹെർണിയ, ഡൈവർട്ടിക്കുല, പെർഫറേഷൻ, ഫോറിൻ ബോഡി ഇമ്പാക്ഷൻ, കെമിക്കൽ ബേൺസ്, ബിനൈൻ ട്യൂമേഴ്സ് ആൻഡ് കാർസിനോമ. ഓക്കെ, ഇനി നമ്മൾ ഓരോ കണ്ടീഷനായിട്ട് പഠിക്കാനായിട്ട് പോവാണ്. ആദ്യം നമ്മൾ പഠിക്കുന്ന കണ്ടീഷനാണ് അക്കലേഷ്യ.
എന്താണ് അക്കലേഷ്യ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് അക്കലേഷ്യ കാർഡിയ എന്ന് പറയും. അക്കലേഷ്യ ഈസ് എ ഡിസോർഡർ മാർക്ക്ഡ് ബൈ ഇൻഇഫക്റ്റീവ് ഓർ ആബ്സെന്റ് പെരിസ്റ്റാൾസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈസോഫാഗസിനകത്തൂടെ ആ ബോളസ് അല്ലെങ്കിൽ ഫുഡ് ഇറങ്ങി പോകുന്ന സമയത്ത് അതൊരു കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ അവിടെ നടക്കണം. അപ്പോഴാണ് അതൊരു വേവ് പോലെ അല്ലെ, ഒരു വേവ് പോലത്തെ ഒരു ഇത്, ഈ ഒരു ബോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കൺട്രാക്ട് ചെയ്യും, വീണ്ടും അതിന് ഈ ഭാഗം ഡയലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യുന്നു, പാസ് ചെയ്തു പോകുന്നു. അങ്ങനെയാണ് ആ ഒരു മോഷൻ അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പം ഈ അക്കലേഷ്യ കാർഡിയ എന്ന് പറയുന്ന കണ്ടീഷൻസിൽ എന്താണ്, അവിടെ ഈ ഒരു മോഷൻ ഇല്ല. അതായത് എന്തില്ല, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ആ ഒരു കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ മൂവ്മെന്റ് അവിടെ ഇല്ല. ഓക്കെ, അപ്പൊ അക്കലേഷ്യ ഈസ് എ ഡിസോർഡർ മാർക്ക്ഡ് ബൈ ഇൻഇഫക്റ്റീവ് ഓർ ആബ്സെന്റ് പെരിസ്റ്റാൾസിസ്. ഒന്നേ ഉള്ള പെരിസ്റ്റാൾസിസ് ഇൻഇഫക്റ്റീവ് ആണ്, ഈ ഒരു പ്രോപ്പർ മൂവ്മെന്റ് നടക്കുന്നില്ല, അല്ലെങ്കിൽ ആബ്സെന്റ് ആയിട്ടുള്ള പെരിസ്റ്റാൾസിസ് ആയിരിക്കും. ഇൻ ദ ഡിസൽ ഈസോഫാഗസ് ആൻഡ് ഫെയിലിയർ ഓഫ് ദ ലോവർ ഈസോഫാഗിയൽ സ്പിങ്ഡർ. അതായത് നമ്മുടെ അപ്പർ ഈസോഫാഗിയൽ സ്പിങ്ഡർ ഉണ്ട്, അതിലൊക്കെ ലോവർ ഈസോഫാഗിയൽ സ്പിങ്ഡർ ഉണ്ട്. ഇതാണ് ലോവർ ഈസോഫാഗിയൽ സ്പിങ്ഡർ. എന്ത്, അപ്പം ടു റിലാക്സ് ഡ്യൂറിങ് സ്വാലോയിങ്. അപ്പൊ അതിന്റെ ആ ഒരു സ്വാലോയിങ് എന്നുള്ള ഒരു പ്രോസസ്സ് ഈ അക്കലേഷ്യ എന്ന് പറയുന്ന കണ്ടീഷനിൽ പ്രോപ്പർ ആയിട്ട് നടക്കത്തില്ല. ഓക്കെ, അപ്പം ലീഡ്സ് ടു നാരോയിങ് അബൌവ് ദ സ്റ്റൊമക് ആൻഡ് ഗ്രാജുവൽ ഡയലേഷൻ ഓഫ് ദ ഈസോഫാഗസ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്ത് സംഭവിക്കും, ഒരു നാരോവിനെസ് വരും. അപ്പം ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയലേഷൻ നടക്കാത്തത് കാരണം ഈസോഫാഗസ് എന്ത് സംഭവിക്കും, ഒരു ഡയലേഷൻ സംഭവിക്കും. ഈസോഫാഗസ് അങ്ങനെ ഡയലേറ്റഡ് ആയിട്ടിരിക്കേണ്ട ഒരു ഓർഗൻ ആണോ? അല്ല, അതൊരു മസ്കുലാർ ട്യൂബാണ്. അതിന് പെരിസ്റ്റാൾസിസ് അല്ലെങ്കിൽ കൺട്രാക്ഷൻ റിലാക്സേഷൻ നടക്കണം. പക്ഷെ ഈ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് അത് ഡയലേഷൻ ഓഫ് ദി ഈസോഫാഗസിന് കാരണമായിട്ട് മാറും. ഓക്കെ, ഇതിന്റെ ഒരു എപ്പിഡമോളജി നമുക്ക് നോക്കാം. കോമൺലി എഫക്ട്സ് ഇൻഡിവിജ്വൽസ് അബവ് 40 ആൻഡ് അബവ്. ഒരു 40 വയസ്സ് അതിന് മുകളിലേക്കുള്ളവർക്കൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു കണ്ടീഷൻ കാണുന്നത്. വളരെ പ്രോഗ്രസ് സ്ലോലി ആയിരിക്കും അല്ലെ, പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഒരു പ്രോഗ്രഷൻ ഒന്നും കാണിക്കുന്നത്, വളരെ പതുക്കെയാണ് ഈ ഒരു ഇൻഇഫക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള പെരിസ്റ്റാൾസിസ് നടക്കാത്ത അല്ലെങ്കിൽ ഈസോഫാഗൽ സ്പിങ്ഡറിന്റെ റിലാക്സേഷൻ നടക്കാത്ത ഒരു സംഭവം സ്ലോലി ആയിരിക്കും പ്രോഗ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഡിഫിക്കൽട്ടി സ്വാളോയിങ് ബോത്ത് ലിക്വിഡ്സ് ആൻഡ് സോളിഡ് അല്ലെ, ലിക്വിഡ്സ് ആയിക്കോട്ടെ സോളിഡ്സ് ആയിട്ട് ഏത് ടൈപ്പ് ഫുഡ് ആണെങ്കിലും നമുക്കത് കഴിക്കുന്ന സമയത്ത് ഡിഫിക്കൽട്ടി സ്വാളോയിങ് ആയിരിക്കും, നമുക്കത് ഇറക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ, സ്വാളോ ചെയ്യാൻ ഇറക്കാൻ പറ്റില്ല. സെൻസേഷൻ ഓഫ് ഫുഡ് സ്റ്റിക്കിംഗ് ഇൻ ദ ലോവർ ഈസോഫാഗസ്. നമ്മുടെ ആ ഒരു ഈസോഫാഗസിന്റെ ലോവർ പാർട്ടിൽ ഈ ഫുഡ് വന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്, അതിങ്ങനെ താഴോട്ട് പോകാതെ അവിടെ ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ് എന്നുള്ളൊരു സെൻസേഷൻ നമുക്ക് തോന്നും. റീഗർഗിറ്റേഷൻ ഓഫ് ദ അൺഡൈജസ്റ്റഡ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാത്ത ഫുഡ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, റീഗർഗിറ്റേഷൻ ചെയ്യും, അതായത് തിരിച്ച് കയറി വരും. ഓക്കെ, തിരിച്ചത് റിപ്പൽ ചെയ്ത് വരും. അത് സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ ഇന്റൻഷണൽ ആയിട്ട് സംഭവിക്കാം അല്ലെ, വേണമെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അറിയാണ്ട് തന്നെ രണ്ട് രീതിയിൽ റീഗർഗിറ്റേഷൻ ഓഫ് ദ അൺഡൈജസ്റ്റഡ് ഫുഡ് ഉണ്ടാകാം. പിന്നെ ചെസ്റ്റ് പെയിൻ ആൻഡ് ഹാർട്ട് ബേൺ നോട്ട് ഓൾവേസ് റിലേറ്റഡ് ടു മീൽസ്. അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ചിലപ്പം മീൽസ് കഴിച്ച് അതിന്റെ ഭാഗമായിട്ട് ചെസ്റ്റ് പെയിനോ അല്ലെങ്കിൽ ഹാർട്ട് ബേണോ വരാം. അതല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, മീൽസ് കഴിക്കാത്ത സമയങ്ങളിലും വരാം. ഓക്കെ, അപ്പം ഈ ചെസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെഞ്ചുവേദനയാണ്. ഹാർട്ട് ബേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ നെഞ്ചെരി എന്ന് പറയത്തില്ലേ, നമുക്കിങ്ങനെ ഒരു എരിച്ചിൽ പോലത്തെ ഒരു ഫീലിംഗ്, അതിനെയാണ് ഹാർട്ട് ബേൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു പേര് നമ്മൾ പറയും പൈറോസിസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. ഒന്ന്, സോളിഡ്സ് ആൻഡ് ലിക്വിഡ് ഫുഡ്, അത് ഡിഫിക്കൽട്ടി സ്വാളോയിങ് ഉണ്ടായിരിക്കും. രണ്ട്, ഫുഡ് നമ്മുടെ ആ ഒരു ലോവർ ഈസോഫാഗസിന്റെ ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതായിട്ട് തോന്നും. പിന്നെ അൺഇൻറ്റൻഷണൽ ആയിട്ടോ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ടോ ഉള്ള എന്താണ് റീഗർഗിറ്റേഷൻ ഓഫ് ദ അൺഡൈജസ്റ്റഡ് ഫുഡ് ഉണ്ടായിരിക്കും. ചെസ്റ്റ് പെയിൻ ഉണ്ടായിരിക്കും, ഹാർട്ട് ബേൺ അല്ലെങ്കിൽ പൈറോസിസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്, റിസ്ക് ഓഫ് പൾമണറി കോംപ്ലിക്കേഷൻ ഡ്യൂ ടു ആസ്പിറേഷൻ അല്ലെ, ഇതിങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ റീഗർഗിറ്റേഷൻ, അതായത് തിരിച്ച് റിപ്പല്ല് ചെയ്ത് വരും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ എപ്പിഗ്ലോട്ടിസ് ഒക്കെ പ്രോപ്പറായിട്ട് ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ലങ്സിനകത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നു, ആസ്പിറേറ്റ് ചെയ്ത് പോയിട്ട് ലങ്സിനകത്ത് പൾമണറി കോംപ്ലിക്കേഷൻസ് വരാം അല്ലെ. യൂഷ്വലി നമുക്കറിയാം നമ്മുടെ ആ ഒരു ഡൈജഷന്റെ പ്രോസസ്സിന്റെ സമയത്ത് ഫുഡ് ഇറങ്ങി വരുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ആ ഒരു എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ ആ ഒരു എയർവേയുടെ ആ ഒരു ഭാഗത്തേക്കുള്ളത് അത് ക്ലോസ്ഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കരുത് അല്ലെങ്കിൽ ബഹളം വെക്കരുത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആൻഷ്യസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. കാര്യം അതുകൊണ്ടാണ് അല്ലെ. കാര്യം അത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ ഫുഡ് അങ്ങോട്ടേക്ക് പോവുകയും നമുക്ക് എന്താണ് ലങ്സിനകത്ത് ഒരു ഇറിറ്റേഷൻ നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ കേസിൽ ഈ പറഞ്ഞോണൊക്കെ എന്താണ് പൾമണറി ആസ്പിറേഷൻ വന്നിട്ട് പൾമണറി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാം. ഓക്കെ, ഇനി ഡയഗ്നോസ്റ്റിക് ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് അക്കലേഷ്യയുടെ ഡയഗ്നോസ്റ്റിക് ഫൈൻഡിങ് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എക്സ്റേ ആണ്. എക്സ്റേയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും,
ഷോസ് ഡയലേഷൻ അബവ് ലോവർ ഈസോഫാഗൽ സ്പിൻഡർ നാരോയിങ്. അതായത് ഈ ഒരു ഇവിടെ കണ്ടോ ഒരു നാരോയിങ് കണ്ടോ, ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ആക്കലേഷ്യ എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, യൂഷ്വലി ഇതിങ്ങനെയാണോ ഇരിക്കേണ്ടത്, അല്ല ഇങ്ങനെ വരേണ്ട ഒരു പാർട്ടാണ്, പക്ഷെ ഇത് ഡയലേറ്റഡ് ആയിട്ടിരിക്കുന്നത് നമുക്ക് എക്സ്റേയിൽ കാണാനായിട്ട് പറ്റും. എക്സ്റേ ഷോസ് ഡയലേഷൻ ഓഫ് ദ ഡയലേഷൻ എബവ് ദ ലോവർ ഈസോഫാഗൽ സ്പിൻഡർ. ഇതാണ് ലോവർ ഈസോഫാഗൽ സ്പിൻഡർ, ഇതിന്റെ മുകളിലായിട്ട് നമുക്കൊരു ഡയലേഷൻ കാണാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് ബേറിയം സ്വാലോ, അതിലൊക്കെ തന്നെ CT അല്ലെങ്കിൽ എൻഡോസ്കോപ്പി. ഇവിടെ എല്ലാം ഇതിനകത്തെല്ലാം എന്താണ് നമുക്ക് ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് കാണാനായിട്ട് പറ്റും, അതായത് അക്കലേഷ്യ ഉണ്ട് എന്നുള്ളത്. ബേറിയം സ്വാലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബേറിയം എന്ന് പറയുന്ന ഒരു വൈറ്റ് കളർ സംഭവമുണ്ട്. അത് നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ബോഡിയിൽ ചെന്നിട്ട് ഇപ്പോൾ എക്സ്റേ ഒക്കെ എടുക്കുന്ന സമയത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താണ് ആ ലൈനിങ്ങിനകത്തല്ല ഇത് പറ്റി പിടിച്ചിരുന്നിട്ട് നമുക്ക് ആ ഒരു ഓർഗൻസിനെ ക്ലിയർ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ടുള്ളതാണ് ബേറിയം സ്വാലോ എന്ന് പറയുന്നത്. പിന്നെ മാനോമെട്രിക് സ്റ്റഡീസ്, മാനോമെട്രി എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞൊക്കെ എന്താണ് നമുക്കറിയാം, ഇപ്പോൾ മാനോമീറ്റർ മാനോമീറ്റർ എന്നൊക്കെ പറയുന്നതാണ് അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷർ എടുക്കുന്നതാണ്. അപ്പോൾ മാനോമെട്രി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ഓരോ ഓർഗൻസും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുവാണെങ്കിൽ ഓരോ ബോഡിയിലും അല്ലെങ്കിൽ പാർട്സിലും വരേണ്ട ഒരു പ്രഷറുണ്ട്. അപ്പം ഇവിടെ നമ്മളൊരു കാത്തീറ്റർ വല്ലതും വെച്ചിട്ട് ആ ഒരു പ്രഷറിനെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം അത് വെച്ചിട്ടും നമുക്ക് എന്താണ് ഈസോഫാഗൽ പ്രഷർ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, യൂഷ്വലി ഇങ്ങനെ ഇരിക്കേണ്ട ഈസോഫാഗസ് ആണ്, അപ്പം അവിടെ ഉണ്ടാവുന്ന പ്രഷർ ആയിരിക്കുമോ ഇത് ഡയലേറ്റഡ് ആകുമ്പം? ഇല്ല, സ്വാഭാവികമായിട്ട് അവിടുത്തെ എന്താണ് ആ ഒരു പ്രഷറിനകത്ത് വേരിയേഷൻ വരും. അപ്പം അതനുസരിച്ചിട്ട് മാനോമെട്രിക് സ്റ്റഡീസ് വെച്ചിട്ട് നമുക്ക് ഡയഗ്നോസിസിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനി മാനേജ്മെന്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഒന്ന് ഈ പറഞ്ഞൊക്കെ അല്ലേ, ഇപ്പം എല്ലാവർക്കും ഒരുപാട് സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സമയമില്ല, എല്ലാവരും വാരി വലിച്ച് തിന്നിട്ട് ഓടുകയാണ്. അപ്പം അങ്ങനെയല്ല, നമ്മൾ വളരെ പതുക്കെ ചവച്ചരച്ച് അല്ലെ, ഈറ്റ് സ്ലോലി. അതിലൊക്കെ ഡ്രിങ്ക് ഫ്ലൂയിഡ്സ് വിത്ത് മീൽസ് അല്ലെ. ചിലർ വിചാരിക്കും അയ്യോ കുറച്ച് ഫ്ലൂയിഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും മീൽസ് എടുക്കുന്നത് കുറഞ്ഞു പോലൊന്നും, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മൾ മീൽസിന്റെ കൂടെ ആവശ്യത്തിനുള്ള ഫ്ലൂയിഡ്സും കൂടി എടുക്കുക. അതുപോലെ പിന്നെന്താണ് മെഡിക്കേഷൻസിൽ എന്തൊക്കെ വരുന്നുണ്ട്? മെഡിക്കേഷൻസിൽ നമുക്ക് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആൻഡ് നൈട്രേറ്റ്സ്. ഓക്കെ, അത് വന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സും നൈട്രേറ്റ്സും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഈസോഫാഗസിനകത്തെ ആ ഒരു പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ ബോട്ടിലിനും ടോക്സിൻ അല്ലെങ്കിൽ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ. ബോട്ടിലിൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ മറ്റേ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനോ എന്നൊക്കെ പറഞ്ഞ് ഫുഡ് പോയ്സണിങ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഓർഗാനിസത്തിൽ നിന്ന് എടുക്കുന്നതാണ് ഈ ഒരു ബോട്ടിലിൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മറ്റേ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല, അതായത് നമ്മുടെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസ് ഒക്കെ അവരൊക്കെ അതൊരു കോസ്മെറ്റിക് ഇതിന് വേണ്ടി ചെയ്യുന്നതാണ് ബോട്ടോക്സ്. ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻസ് നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും? ഈ അക്കലേഷ്യ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാനായിട്ട്. കാര്യം ബോട്ടോക്സിനകത്ത് നമുക്കറിയാം അത് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ മസിൽസ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് സ്റ്റിഫ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്താണ് ഒരു റിലാക്സേഷൻ ആണ്. ഓക്കെ, ബോട്ടോക്സ് ഇഞ്ചക്ഷൻസ് ടു റിലാക്സ് സ്മൂത്ത് മസിൽസ് ടെമ്പററി ആൻഡ് പീരിയോഡിക്. ഓക്കെ, ടെമ്പററി ആൻഡ് പീരിയോഡിക് ആയിട്ടുള്ള നമ്മുടെ സ്മൂത്ത് മസിൽസിനെയൊക്കെ റിലാക്സ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ബോട്ടോക്സ് ഇഞ്ചക്ഷൻസിനെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് മെഡിക്കേഷൻസിനകത്ത് മാനേജ്മെന്റിൽ പറയുന്നത്. ഓക്കെ, ഇനി പ്രൊസീജിയേഴ്സ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും? ഒന്ന് ന്യൂമാറ്റിക് ഡയലേഷൻ. ന്യൂമാറ്റിക് ഡയലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ പറഞ്ഞു, ഇവിടെ ഒരു എന്താണ് കൺട്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ ന്യൂമാറ്റിക് ഡയലേഷൻ വെച്ചാൽ ഈ എയർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ബലൂൺസ് പോലത്തെ ഇത് വെച്ചിട്ട് നമ്മൾ എയർ യൂസ് ചെയ്തിട്ട് അതിനെ പാസ് ചെയ്തിട്ട് ഡയലേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ന്യൂമാറ്റിക് ഡയലേഷൻ വൈഡൻസ് ദ നാരോഡ് ഏരിയ. ഈ നാരോഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, അതിനെ ഈ ഒരു എയർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഈ ബലൂൺസ് പോലത്തെ സ്ട്രക്ചേഴ്സ് തന്നിട്ട് അതൊന്ന് വൈഡൻ ചെയ്യിക്കും. ആൻഡ് ഹൈ സക്സസ് റേറ്റ് ബട്ട് റിസ്ക് ഓഫ് പെർഫറേഷൻ. ഇതിന് പ്രശ്നമുണ്ട്, എന്താണ് സക്സസ് റേറ്റ് വളരെയധികം കൂടുതലാണ്, പക്ഷേ ഈ പറഞ്ഞോണൊക്കെ ഇങ്ങനൊരു സംഭവം ചെന്നിട്ട് ഡയലേഷൻ ചെയ്യണം. അപ്പം അവിടെ ഈ എന്താണ് പെർഫറേഷൻ അല്ലെ, അല്ലെങ്കിൽ അവിടെ ഒരു ബ്രേക്കിംഗ് പോലത്തെ ഒരു സംഭവം വരാനുള്ള അല്ലെങ്കിൽ ക്രാക്ക് പോലത്തെ സംഭവം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ റിക്വയർ സെഡേഷൻ ആൻഡ് മോണിറ്ററിംഗ് വേണ്ട ഒരു പ്രൊസീജിയറാണ് ഈ ന്യൂമാറ്റിക് ഡയലേഷൻ എന്ന് പറയുന്നത്. പിന്നെ സർജിക്കൽ ട്രീറ്റ്മെന്റ്, അതായത് ഈസോഫാഗോ മയോട്ടമി. മയോട്ടമി എന്ന് വെച്ചാൽ ഈസോഫാഗസിന്റെ ആ ഒരു മസിൽ ലെയേഴ്സ് ഉണ്ടല്ലോ, അതിനെ സർജിക്കലി എന്ത് ചെയ്യുന്നു, പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ഈസോഫാഗോ മയോട്ടമിയിൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലാപ്രോസ്കോപ്പിക് പ്രൊസീജിയർ ടു സെപ്പറേറ്റ് ലോവർ ഈസോഫാഗൽ സ്ഫിങ്ക്ടർ മസിൽ ഫൈബേഴ്സ്. ഓക്കെ, നമ്മുടെ ആ ഒരു ലോവർ ഈസോഫാഗൽ സ്ഫിങ്ക്ടറിന്റെ അവിടെയാണ് ആ ഒരു എന്താണ് അത് കൺട്രാക്ട് ആയിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലാപ്രോസ്കോപ്പിക് പ്രൊസീജിയർ വെച്ചിട്ട് ഇതിന്റെ മസിൽ ഫൈബേഴ്സിനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യിക്കാനായിട്ട് ചെയ്യാൻ പറ്റും.
ആൻഡ് ഇറ്റ് മേ ബി കമ്പൈൻഡ് വിത്ത് ഓർ വിത്തൗട്ട് ആൻ ആൻറ്റി റിഫ്ലക്സ് പ്രൊസീജിയർ, എക്സാമ്പിൾ ഫണ്ടോപ്ലാസ്റ്റി അല്ലെ. ഫണ്ടോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റൊമക്കിന്റെ തൊട്ട് മുകളിലുള്ള ഭാഗമാണ് ആ ഒരു ഫണ്ടസ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടോപ്ലാസ്റ്റി വിത്തൗട്ട് അല്ലെങ്കിൽ ഫണ്ടോപ്ലാസ്റ്റി ഇല്ലാതെയോ ഫണ്ടോപ്ലാസ്റ്റിയോട് കൂടിയോ നമുക്ക് ഈ ഒരു ലാപ്രോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം പ്രൊസീജിയേഴ്സിൽ ന്യൂമാറ്റിക് ഡയലേഷൻ ഉണ്ട്, സർജിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ഈസോഫാഗോ മയോട്ടമി വരുന്നുണ്ട്, ലാപ്രോസ്കോപ്പിക് പ്രൊസീജിയർ ടു സെപ്പറേറ്റ് ദ ലോവർ ഈസോഫാഗിയൽ സ്പിൻഡർ മസിൽ ഫൈബേഴ്സ്. ഓക്കെ ഓക്കെ അപ്പൊ ഇനി അടുത്ത പ്രോഗ്നോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു കണ്ടീഷന്റെ ഒരു മുന്നോട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ഓക്കെ, അതെന്താണ്? സ്ലൈറ്റ്ലി ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഈസോഫാഗൽ ക്യാൻസർ. അതായത് നമ്മുടെ ഈ ഒരു അക്ലേഷ്യ വരുന്ന കണ്ടീഷൻസിൽ ഈസോഫാഗൽ ക്യാൻസർ വരാനായിട്ടുള്ള ഒരു ചാൻസ്, അതായത് ചെറുതായിട്ടൊരു ഇൻക്രീസ്ഡ് റിസ്ക് ഉണ്ട്. ബട്ട് റൂട്ടീൻ സർവൈലൻസ് വിത്ത് ഈസോഫാഗോസ്കോപ്പി ഹാസ് ഷോൺ ക്ലിയർ ബെനിഫിറ്റ്. ഓക്കെ, അപ്പം അവിടെ റൂട്ടീൻ സർവൈലൻസ് ഒക്കെ ചെയ്താൽ പോലും അവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഇല്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്രോഗ്നോസിസ് പറയുന്നത്. അതായത് വളരെ റെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലൈറ്റ് ആയിട്ട് ഈസോഫാഗൽ ക്യാൻസറിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി അടുത്ത കണ്ടീഷനാണ് നമ്മുടെ ഡിഫ്യൂസ് ഈസോഫാഗൽ സ്പാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്താണ്? ഈസോഫാഗസിന്റെ ഒരു മോട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഡിഫ്യൂസ് ഈസോഫാഗൽ സ്പാസം ആയാലും അതുപോലെ തന്നെ അക്ലേഷ്യ ആയാലും. അപ്പൊ ഡിഫ്യൂസ് ഈസോഫാഗൽ സ്പാസം എന്താണ്? ഇറ്റ് ഈസ് എ മോട്ടോർ ഡിസോർഡർ. മോട്ടോർ ഡിസോർഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കും. അതിനകത്ത് ഇങ്ങനെ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ വായിലൂടെ ഫുഡ് ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടാണോ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് വരിക? അല്ല. നമ്മൾ വിചാരിച്ചിട്ടാണോ അപ്പം നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്? അല്ല. അപ്പൊ അങ്ങനത്തെ ഇൻവോളണ്ടറി ആയിട്ടുള്ള മൂവ്മെന്റ്സിനെ ഒക്കെ അതാണ് നമ്മുടെ ആ ഒരു മോട്ടോർ ആക്ടിവിറ്റി. അപ്പം അതിനെ എന്താണ്? നെർവസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അതിനകത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് നമ്മൾ മോട്ടോർ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിഫ്യൂസ് സ്പാസം ഈസ് എ മോട്ടോർ ഡിസോർഡർ ഓഫ് ദ ഈസോഫാഗസ് വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറഗുലർ അൺകോർഡിനേറ്റഡ് കൺട്രാക്ഷൻസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് എന്താണ്? ഡയലേഷൻ ആണ്, അല്ലെങ്കിൽ ആ ലോവർ ഈസോഫാഗൽ സ്പിൻഡർ അവിടെ കൺട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നത് കാരണം മുകളിലേക്ക് ഈസോഫാഗസ് ഡയലേറ്റഡ് ആയിട്ടിരിക്കുന്നു, അല്ലെ, അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പെരിസ്റ്റാൾസിസ് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഇറഗുലർ അൺകോർഡിനേറ്റഡ് ആയിട്ടുള്ള കൺട്രാക്ഷൻ ആണ്. അതായത് നമുക്കറിയാം ഈസോഫാഗസിനകത്തുള്ള ഒരു പെരിസ്റ്റാൾട്ടിക് മോഷൻ എന്ന് വെച്ചാൽ ഒരു റിതമിക് കൺട്രാക്ഷൻ എന്നാണ് പറയുന്നത്, അല്ലെ. അതൊരു റെഗുലർ ആയിട്ടുള്ള ഒരു കൺട്രാക്ഷൻ ആണ്. പക്ഷെ ഇത് തോന്നുന്നത് പോലെ അൺകോർഡിനേറ്റഡ് ആയിട്ടുള്ള കൺട്രാക്ഷൻസ് വരികയാണ്, അല്ലെ. ഒരു കോർഡിനേഷൻ ഇല്ലാത്ത രീതിയിൽ കൺട്രാക്ഷൻസ് സംഭവിക്കുകയാണ്, ഇറഗുലർ ആണ്. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഡിഫ്യൂസ് ഈസോഫാഗൽ സ്പാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു എക്സാക്ട് കോസ് ഒന്നും നമുക്ക് അത്ര അറിയത്തില്ല. പക്ഷെ ഇതൊരു സ്ട്രെസ് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു എപ്പിഡമോളജി നമുക്ക് നോക്കാം. എപ്പിഡമോളജി ഈ ഒരു ഡിഫ്യൂസ് ഈസോഫാഗൽ സ്പാസം കൂടുതലായിട്ട് കാണപ്പെടുന്ന സ്ത്രീകളിലാണ്. എന്തുകൊണ്ടാണ് എന്നതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പറയുന്നില്ല. പക്ഷെ കൂടുതലും നമ്മൾ കമ്പാരിറ്റീവ്ലി മെയിൽ ആൻഡ് ഫീമെയിൽ നോക്കുമ്പോൾ കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്നത് ഫീമെയിൽസിലാണ്. ഓക്കെ, അതും ടിപ്പിക്കലി ഒക്കേഴ്സ് ഇൻ മിഡിൽ ഏജ്ഡ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിലാണ് ഈ ഒരു ഡിഫ്യൂസ് ഈസോഫാഗൽ സ്പാസം കാണുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വന്നത് ഡിഫിക്കൽട്ടി സ്വാലോയിങ്, അല്ലെ. നമ്മൾ ഡിസ്ഫേജിയയുടെ ഒരു കോസ് ആയിട്ട് തന്നെ പറഞ്ഞ കാര്യമാണ് ഡിഫ്യൂസ് ഈസോഫാഗൽ സ്പാസം എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഒരു ഫസ്റ്റ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആയിട്ട് വരുന്നത്, ഡിഫിക്കൽട്ടി സ്വാലോയിങ് അല്ലെങ്കിൽ ഡിസ്ഫേജിയ എന്ന് പറയും. പിന്നെന്താണ് അടുത്ത എന്തായിരിക്കും? ഡിസ്ഫേജിയ വരുമ്പോൾ അതിന്റെ അടുത്ത വരാൻ പോകുന്ന എന്തായിരിക്കും? പെയിൻഫുൾ സ്വാലോയിങ് ആയിരിക്കും. അതായത് നമ്മൾ സ്വാലോ ചെയ്യുന്ന സമയത്ത്, മറ്റേത് നമുക്ക് ഇറക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്, അവിടെ ഒരു പെയിൻ പറയുന്നില്ല. പക്ഷെ ആ പെയിൻ വരുന്നതിന് നമ്മൾ എന്ത് പറയും? ഒഡിനോഫാഗി എന്ന് പറയും. അപ്പൊ ആ ഒഡിനോഫേജി ഉണ്ടായിരിക്കും. പിന്നെ ചെസ്റ്റ് പെയിൻ റിസംബ്ലിംഗ് ദാറ്റ് ഓഫ് കൊറോണറി ആർട്ടറി സ്പാസം, അല്ലെ. അതായത് നമ്മുടെ ഹാർട്ടിന്റെ ഒക്കെ ആ ഒരു ആർട്ടറീസിന്റെ സ്പാസം വരുന്ന പോലത്തെ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു കൺട്രാക്ഷൻ വരുന്ന പോലത്തെ ഒരു പെയിൻ ആയിരിക്കും ഇതിന്റെ ഒരു ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസിൽ ഡിസ്ഫേജിയ ഉണ്ട്, ഒഡിനോഫേഗിയ ഉണ്ട്, ചെസ്റ്റ് പെയിൻ റിസംബ്ലിംഗ് ദാറ്റ് ഓഫ് കൊറോണറി ആർട്ടറി സ്പാസം ഉണ്ട്. ഓക്കെ, ഇനി ഡയഗ്നോസ്റ്റിക് ഫൈൻഡിങ്സിൽ എന്തൊക്കെയാണ് പറയുന്നത്? എഗെയിൻ നമ്മൾ ആ ഒരു പ്രഷറിന്റെ ഈസോഫാഗൽ മാനോമെട്രി എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് റിവീൽസ് ഇറഗുലർ സൈമൾട്ടേനിയസ് ഈസോഫാഗൽ കൺട്രാക്ഷൻസ്, അല്ലെ. അതായത് പ്രോപ്പർ ആയിട്ടുള്ള കൺട്രാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പ്രഷർ വേരിയേഷൻ അങ്ങനെ കാണിക്കണം. പക്ഷെ നമ്മളിവിടെ മാനോമെട്രിക് സ്റ്റഡീസ് നോക്കുമ്പോഴത്തേക്ക് എന്താണ്? ആ ഇറഗുലർ ആയിട്ടുള്ള സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഈസോഫാഗൽ കൺട്രാക്ഷൻസ് ആണെന്ന് പറയാം. അതിലൊക്കെ ബേറിയം എക്സ്റേ നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ബേറിയം നമ്മൾ പേഷ്യന്റിന് കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്റേ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്സ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഡിമാർക്കേറ്റ്
ഹൈലൈറ്റ് ചെയ്തും കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ബേരിയം എക്സ്റേയിൽ എന്താണ് ഷോസ് ഡിസ്റ്റിങ്ക്ട് ഏരിയാസ് ഓഫ് ഈസോഫാഗൽ സ്പാസം, അതായത് ചില ഭാഗങ്ങളിൽ കുറച്ചധികം കൺട്രാക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്പാസ്മോഡിക് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് ബേരിയം എക്സ്റേയിൽ വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൻ്റെ മാനേജ്മെന്റിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ് പറയുന്നത് മെഡിക്കേഷൻ മാനേജ്മെന്റ് ആണ്. നമുക്ക് സെഡേറ്റീവ്സ് കൊടുക്കാം, അതുപോലെ തന്നെ ലോങ് ആക്ടിങ് നൈട്രേറ്റ്സ് കൊടുക്കാം. അപ്പം ഇതാണെങ്കിൽ നൈട്രേറ്റ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ച് പെയിൻ റിലീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, രണ്ടാമത് അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ്. സ്പാസം കുറയ്ക്കാനായിട്ടാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് കൊടുക്കുന്നത്. നൈട്രേറ്റ്സ് കൊടുക്കുന്നത് പെയിൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെഡേറ്റീവ്സ് അതൊക്കെ പെയിൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഡയറ്ററി മെഷേഴ്സിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ഒന്ന് സ്മോൾ ഫ്രീക്വന്റ് മീൽസ് അല്ലെ, നമുക്ക് ഈ പറഞ്ഞോണൊക്കെ ഇതിന്റെ ഒരു കൺട്രാക്ഷൻസ് വളരെ ഇറഗുലർ ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്താണ് 3 നേരം വലിയ എമൗണ്ടിൽ കഴിക്കുന്നതിന് പകരം നമ്മുടെ മീൽസിനെ നമുക്ക് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ചെറിയ ചെറിയ ഫ്രീക്വന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ ആയിട്ട് ഇന്റർവെൽസിൽ നമുക്ക് മീൽസ് എടുക്കാം. ഓക്കെ, ഇനി സോഫ്റ്റ് ഡയറ്റ് ടു ലോവർ ഈസോഫാഗൽ പ്രഷർ ആൻഡ് ഇറിറ്റേഷൻ. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു ഈസോഫാഗൽ പ്രഷർ അല്ലെ അതിനെ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ ഹാർഡായിട്ടുള്ള ഡയറ്റ് ഒന്നും എടുക്കാണ്ട് നമുക്ക് വളരെ ഈസിലി സ്വാലോ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ്, ഓക്കെ, അത് നമുക്ക് കഴിക്കാൻ. അപ്പോൾ ഇറിറ്റേഷൻ കുറയ്ക്കാനായിട്ടും ആ ഒരു ഈസോഫാഗൽ പ്രഷർ കുറയ്ക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ നമുക്ക് ഒഡിനോഫേജി ഒക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള പെയിൻ ഒക്കെ വരുന്ന കണ്ടീഷൻസിൽ നമുക്ക് പ്രൊസീജിയേഴ്സ് ചെയ്യാം. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ബ്യൂഗിനേജ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്യൂഗിനേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ബ്യൂഗി എന്ന് പറയുന്ന ചെറിയ ഇങ്ങനെ ഡയലേറ്റേഴ്സ് പോലത്തെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഡയലേറ്റേഴ്സ് കൊടുത്തിട്ട് നമ്മുടെ ഈ സ്പാസംസ് ഒക്കെ വന്ന ഭാഗങ്ങളിൽ അവിടെ ഡയലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് ബ്യൂഗിനേജ് ചെയ്യാം. പിന്നെ അതിലൊക്കെ ന്യൂമാറ്റിക് ഡയലേഷൻ, എഗെയിൻ നമുക്ക് അവിടെ ഡയലേഷൻ ചെയ്യുകയാണ്, ന്യൂമാറ്റിക് ഡയലേഷനും കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് 2 പ്രൊസീജിയേഴ്സ് പറയുന്നത്. ബ്യൂഗിനേജും കൊടുക്കാം, പിന്നെ ന്യൂമാറ്റിക് ഡയലേഷനും കൊടുക്കാം. ഓക്കെ, അടുത്തത് ഈസോഫാഗോ മയോട്ടമി ഉണ്ട്. ഈ പറഞ്ഞ അതായത് എന്താണ് നമ്മുടെ ഈസോഫാഗസിന്റെ മസിൽസിനെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള അങ്ങനത്തെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കണ്ടീഷനെ എന്താണ് പ്രൊസീജിയേഴ്സ് അതായത് നമുക്ക് സർജിക്കലി അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തയാണ് ഹയാറ്റൽ ഹെർണിയ. ഓക്കെ, ഹയാറ്റൽ ഹെർണിയ എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഡയഫ്രം അല്ലെങ്കിൽ അതിലത്തെ മസിൽസ് വീക്കൺ ആകുന്ന സമയത്ത് അതിലേക്കടെ എന്താണ് നമ്മുടെ ഈ ഒരു സ്റ്റൊമക്കിന്റെ പാർട്സ് കൂടി എന്ത് ചെയ്യുന്നു, ബൾജ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കൂടെ തള്ളിക്കേറി വരും. ഓക്കെ, അപ്പോൾ ഹയാറ്റൽ ഹെർണിയ ഒക്കേഴ്സ് വെൻ ദ ഓപ്പണിംഗ് ഇൻ ദ ഡയഫ്രം ത്രൂ വിച്ച് ദ ഈസോഫാഗസ് പാസ് അല്ലെ. നമുക്കറിയാം ഡയഫ്രത്തിലൂടെയാണ് നമ്മുടെ ആ ഒരു ഈസോഫാഗസ് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈസോഫാഗസിന് മാത്രം പാസ് ചെയ്യാൻ പോകുന്ന അത്രയും ഒരു ചെറിയൊരു ഓപ്പണിംഗ് ആണ് അത്. പക്ഷേ ഈ പറഞ്ഞൊക്കെ അവിടുത്തെ ഒരു മസിൽസിന് എന്തെങ്കിലും ഒരു എന്താണ് ഒരു വീക്കണിങ് സംഭവിക്കുകയാണ് അല്ലെങ്കിൽ ആ മസിൽസ് ഒന്ന് അതിനെന്തെങ്കിലും ഒരു ഡയലേഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൊമക്കിന്റെ കുറച്ച് പാർട്ട് കൂടി എന്ത് സംഭവിക്കും, അതിൻ്റെ അതായത് നമ്മുടെ സ്റ്റൊമക്കിന്റെ അപ്പർ പാർട്ട് അതും കൂടി എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ലോവർ തൊറാക്സിക് റീജിയനിലേക്ക് ബൾജ് ചെയ്ത് കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോട്ടോ നോക്കിയിട്ടുണ്ടറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ഡയഫ്രം. അപ്പം നിങ്ങൾക്ക് അറിയാം ഈ ഒരു ഡയഫ്രത്തിന്റെ ഓപ്പണിങ്ങിലൂടെ ആര് മാത്രമേ പോകുന്നുള്ളൂ, നമ്മുടെ ഈസോഫാഗസ് മാത്രമേ പോകുന്നുള്ളൂ. പക്ഷേ അത് ഇതാരാണ്, നമ്മുടെ സ്റ്റൊമക്കാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ഡയഫ്രം വീക്ക് ആകുന്ന സമയത്ത് ഈ ഒരു ഓപ്പണിങ്ങിലൂടെ അതായത് ഈ ഒരു ഓപ്പണിങ്ങിലൂടെ എന്ത് സംഭവിക്കും, നമ്മുടെ സ്റ്റൊമക്കിന്റെ കുറച്ച് ഭാഗം കൂടി മുകളിലേക്ക് കയറും. ഓക്കെ, അതിനെയാണ് ആ ഒരു ബൾജിങ് സംഭവിക്കുക. അതിനെയാണ് നമ്മൾ ഹയാറ്റൽ ഹെർണിയ എന്ന് പറയുന്നത്. That is, hiatal hernia occurs when the opening in the diaphragm through which the esophagus passes becomes enlarged. അല്ലെ, ഇത്രയും ഉണ്ടായിരുന്നത് ഇത്രയും വലുതാവും, allowing part of the upper part of the stomach to move into the lower thorax അല്ലെ. ലോവർ തൊറാക്സിലേക്ക് എന്ത് സംഭവിക്കും, അപ്പർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് അങ്ങോട്ടേക്ക് അതൊന്ന് പുഷ് ചെയ്ത് കയറും. ഓക്കെ, ആൻഡ് നോർമലി ദ സ്റ്റൊമക്ക് ഈസ് എൻറ്റയർലി ഇൻ ദ അബ്ഡമൻ ആൻഡ് ദ ഡയഫ്രം ടൈറ്റ്ലി എൻസർക്കിൾസ് ദ ഈസോഫാഗസ്. നമുക്കറിയാം ഈ ഒരു ഈസോഫാഗസിനെ ടൈറ്റ്ലി എൻസർക്കിൾ ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത്, നമ്മുടെ ഡയഫ്രം ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു തൊറാസിക് റീജിയൻ, ഇതാണ് നമ്മുടെ ആ ഒരു അബ്ഡോമിനൽ റീജിയൻ. അപ്പോൾ കംപ്ലീറ്റ്ലി അബ്ഡോമിനലായിട്ടിരിക്കുന്ന ആ ഒരു ഓർഗനാണ് ഏത്, നമ്മുടെ ഈ ഒരു സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. പക്ഷെ എന്ത് സംഭവിക്കുന്നു, ഇത് പാസ് ചെയ്തു പോകുന്ന ആ ഒരു ഓപ്പണിങ് കുറച്ച് വലുതാകുമ്പോഴത്തേക്ക് ഈസോഫാഗസും ഈ സ്റ്റൊമക്കിന്റെ കുറച്ച് മണ്ടഭാഗം കുറച്ച് മുകൾ ഭാഗവും കൂടെ എന്ത് സംഭവിക്കും, ഈ ഒരു ഇത് നമ്മുടെ തൊറാക്സിന്റെ ലോവർ പാർട്ടാണ്, ലോവർ തൊറാക്സിലേക്ക് നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്കും കൂടി കയറും.
ഓക്കെ, അങ്ങനെയാണ് ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കുറേ ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പറയുന്ന ടൈപ്പാണ് സ്ലൈഡിങ് ഹെർണിയ എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം ഒരു 90% ഓഫ് ഹെർണിയയും എന്താണ് ഈ ഒരു സ്ലൈഡിങ് ടൈപ്പ് ഓഫ് ഹെർണിയ, അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഹെർണിയൽ ടൈപ്പ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് 1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ലൈഡിങ് ടൈപ്പ് ആയിട്ടുള്ള ഹെർണിയാണ്. ഓക്കെ, അപ്പം ദ ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ ജംഗ്ഷൻ, അതാണ് ഏത് നമ്മുടെ ഈസോഫാഗസ് ഗ്യാസ്ട്രിക് അല്ലേ, നമ്മുടെ സ്റ്റൊമക്ക്, ആ ഒരു ജംഗ്ഷൻ ആൻഡ് അപ്പർ സ്റ്റൊമക്ക് സ്ലൈഡ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ തൊറാക്സ്. നമ്മൾ ഈ നേരത്തെ ഈ ഫോട്ടോ കാണിച്ചേക്കുന്നത് എന്താണ്, അതൊരു സ്ലൈഡിങ് ഹെർണിയ ആണെന്ന് പറയാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പാരാ ഈസോഫാഗൽ ഹെർണിയ ഉണ്ട്. അതൊരു 3 ടൈപ്പ് വരുന്നുണ്ട്. അതാണ് ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 3 ഉണ്ട്, ടൈപ്പ് 4 ഉണ്ട്. അപ്പോൾ ടൈപ്പ് 1 വരുന്നതാണ് സ്ലൈഡിങ് ഹെർണിയ. ടൈപ്പ് പാരാ ഈസോഫാഗൽ ഹെർണിയയിൽ വരുന്നതാണ് ഏത് ടൈപ്പ് 2ഉം ടൈപ്പ് 3ഉം ടൈപ്പ് 4ഉം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പാർട്ട് ഓഫ് ഓൾ ഓഫ് ദ സ്റ്റൊമക് ഹെർണിയസ് ബിസൈഡ്സ് ദ ഈസോഫാഗസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഈ അപ്പർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് മാത്രം കയറുന്നതായിരുന്നു ഏത് സ്ലൈഡിങ് ഹെർണിയ, അതായത് കുറച്ച് ഭാഗം മാത്രമാണ് കയറുന്നതെങ്കിൽ ഇവിടെ സ്റ്റൊമക്ക് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആ ഒരു ടൈപ്പ് 1, 2, 3 അനുസരിച്ചിട്ട് അതിൻ്റെ അത്രയും പാർട്സ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു ഡയഫ്രത്തിനകത്തേക്ക് മുകളിലേക്ക് കയറുന്നൊരു അവസ്ഥയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ്ലി സ്റ്റൊമക്ക് എന്ത് സംഭവിക്കാം, ഇതിന് മുകളിലേക്ക് വരുന്നൊരു അവസ്ഥ സംഭവിക്കാം. അതാണ് പാരാ ഈസോഫാഗൽ ഹെർണിയ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ക്ലാസിഫൈഡ് ബൈ എക്സ്റ്റെന്റ് വിത്ത് ടൈപ്പ് 4 ബീങ് ദ മോസ്റ്റ് സിവിയർ അല്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് മാത്രം കയറുകയാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് 2 ആയിരിക്കും, കുറച്ചുകൂടെ കയറുവാണെങ്കിൽ ടൈപ്പ് 3 ആയിരിക്കും, ഫുള്ളായിട്ട് കയറുവാണെങ്കിൽ എന്ത് സംഭവിക്കും, അതാണ് ടൈപ്പ് 4 എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്പ് 4 ആണ് ഏറ്റവും സിവിയർ ആയിട്ടുള്ള വേർഷൻ. കാര്യം എന്ന് വെച്ചാൽ അവിടെ ആ ഒരു സ്റ്റൊമക്ക് കംപ്ലീറ്റ്ലി എന്ത് സംഭവിക്കും, മുകളിലേക്ക് കയറുന്നൊരു അവസ്ഥ ഉണ്ടാക്കും. അത് പാരാ ഈസോഫാഗൽ ഹെർണിയയിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു എപ്പിഡമോളജി പറയാം. ഫസ്റ്റ്, മോർ കോമൺ ഇൻ വുമൺ ദാൻ ഇൻ മെൻ അല്ലേ. നമ്മളിപ്പോൾ ഇതുവരെ കണ്ടതിൽ ആ ഒരു കണ്ടീഷൻസ് എല്ലാം എന്താണ് കൂടുതലും സ്ത്രീകളിലാണ് കൂടുതലായിട്ടും വരുന്നത്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് വന്നിട്ട് സ്ലൈഡിങ് ഹെർണിയയുടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്താണ് അല്ലെ, നമുക്ക് ഹാർട്ട് ബേൺ ഉണ്ടാകും, നെഞ്ചരിച്ചിലുണ്ടാകും, റീഗർഗിറ്റേഷൻ, ഇങ്ങനെ ഈ പുളിച്ചത് കെട്ടുക, അങ്ങനത്തെ ഒരു സംഭവം, ഡിസ്ഫേജി ഉണ്ടായിരിക്കും അല്ലെ, ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ് ഉണ്ടായിരിക്കും. അല്ല, അറ്റ്ലീസ്റ്റ് 50% ആർ അസിംപ്റ്റോമാറ്റിക്. ഇതാണ് നോർമലി കാണപ്പെടുന്ന സിംറ്റംസ്. പക്ഷേ 50% കേസുകളിൽ ഇത് എന്താണ് സിംറ്റംസ് ഒന്നും ഇല്ലാണ്ടും കാണാറുണ്ട്, ഇത് നമ്മുടെ സ്ലൈഡിങ് ഹെർണിയയുടെ കേസിൽ. പിന്നെ മിക്കവാറും എന്താണ് നമ്മുടെ ഈ ഒരു റിഫ്ലക്സ് അല്ലെ, ആ ഒരു പുളിച്ചിത കെട്ടൽ എന്ന് പറയത്തില്ലേ, ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഇതിൻ്റെ കൂടെ കാണപ്പെടാറുണ്ട്. ഓക്കെ, ഇനി പാരാ ഈസോഫാഗൽ ഹെർണിയ. പാരാ ഈസോഫാഗൽ ഹെർണിയൽ എന്താണ്, അതാണ് നമ്മുടെ ടൈപ്പ് 2, 3, 4 വരുന്നത്. ഇറ്റ് മേ കോസ് പോസ്റ്റ് മീൽ ഫുൾനെസ് ഓർ ബി അസിംപ്റ്റോമാറ്റിക്. ഒന്നീ സിംറ്റംസ് ഒന്നും ഇല്ലാതിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ആകെപ്പാടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വയറിങ്ങനെ വീർത്തിരിക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, പോസ്റ്റ് മീൽ ഒരു ഫുൾനെസ് സെൻസേഷൻ ഉണ്ടായിരിക്കും. റിഫ്ലക്സ് അൺകോമൺ ഡ്യൂ ടു ഇൻഡാക്ട് ഗ്യാസ്ട്രോ ഈസോഫാഗൽ സ്പിങ്ഡർ. അതായത് നമ്മുടെ ഗ്യാസ്ട്രോ ഈസോഫാഗൽ സ്പിങ്ഡർ ഇൻഡാക്റ്റ് ആയിട്ടിരിക്കുന്നത് കാരണം ഇവിടെ ഈ ഒരു റിഫ്ലക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റീഗർഗിറ്റേഷൻ പോലത്തെ ആ റിഫ്ലക്സ് ഉണ്ടല്ലോ, അത് ഇവിടെ അത്ര കോമൺ ആയിട്ട് സംഭവിക്കാറില്ല. ഓക്കെ, ഇനി ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്താണ്, ഹെമറേജ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാം, അതുപോലെയൊക്കെ സ്ട്രാങ്കുലേഷൻ പോലത്തെ, അതായത് ഇങ്ങനെ കുരുങ്ങുന്ന അവസ്ഥയിൽ, അതാണ് സ്ട്രാങ്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഹെമറേജ്, അതുപോലെ തന്നെ ഒബ്സ്ട്രക്ഷൻ, സ്ട്രാങ്കുലേഷൻ ഒക്കെയാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് അസസ്മെന്റ് ആൻഡ് ഡയഗ്നോസിസ്. എന്തൊക്കെയാണ് ഇതിൻ്റെ അസസ്മെന്റ്, എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത്. എഗെയിൻ നമ്മുടെ എക്സ്റേ, അതിലൊക്കെ ബേരിയസ് പാലോ, അതൊക്കെ ഫ്ലൂറോസ്കോപ്പി ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യാം. മാനേജ്മെന്റിൽ പറയുന്നത് എന്തൊക്കെയാണ്, കൺസർവേറ്റീവ് മെഷേഴ്സ്, അതായത് പ്രത്യേകിച്ച് നമ്മുടെ സ്ലൈഡിങ് ഹെർണിയയുടെ കേസിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റ് സ്മോൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മീൽസ് അല്ലേ, വളരെ കുറഞ്ഞ അളവിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ മീൽസ് കഴിക്കുക. രണ്ടാമത്, അവോയ്ഡ് റിക്ലൈനിങ് ഫോർ 1 hour ആഫ്റ്റർ ഈറ്റിംഗ് അല്ലേ, ഫുഡ് കഴിച്ച ഉടനെ നമ്മൾ കിടക്കരുത് അല്ലേ. പൊതുവെ ഒരു ശീലമാണ്, പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എന്താണ്, ഫുഡ് കഴിച്ച് ഉടനെ പോയിട്ട് ചാരി കസേരയിങ്ങനെ വരാന്തയിലൊരു കിടക്കുന്ന ഒരു പരിപാടിയുണ്ട്, അത് ചെയ്യരുത്. പകരം എന്താണ്, ഒരു ഫുഡ് കഴിച്ച് 1 മണിക്കൂർ സമയത്തേക്കെങ്കിലും നമ്മളങ്ങനെ കിടക്കരുത്. അങ്ങനെ കിടക്കുന്ന സമയത്ത് എന്താണ്, ഇതിങ്ങനെ മുകളിലേക്ക് കയറാനായിട്ടുള്ള ഒരു പൊസിഷനാണ് നമ്മളായിട്ട് തന്നെ കൊടുക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് പറയുന്ന ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി എലിവേറ്റ് ഹെഡ് ഓഫ് ബെഡ് ബൈ 10 to 20 centimeter, ദാറ്റ് ഈസ് 4 to 8 inches അല്ലേ. ഒന്നീ നമ്മുടെ അതിലൊക്കെ നമ്മൾ ഇനി ഇൻ കേസ് കിടക്കുകയാണെങ്കിൽ പോലും നമ്മുടെ തലയൊന്ന് ഉയർത്തി വെച്ചിട്ട് അല്ലെ, ഒരു 10 മുതൽ 20 സെന്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു 4 മുതൽ 8 ഇഞ്ചോ അത്രയും ഹൈറ്റിൽ നമ്മുടെ ആ ഒരു ഹെഡ് ഓഫ് ദ ബെഡ് നമ്മളൊന്നും എലിവേറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴും എന്താണ്, നമ്മൾ ഈ പറഞ്ഞോണൊക്കെ അതിങ്ങനെ തിരിച്ചങ്ങോട്ട് കയറി വരാനുള്ള ഒരു ചാൻസ് അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സർജിക്കൽ ഇന്റർവെൻഷൻ എന്താണ്,
ഏകദേശം 15% കേസസിലും സർജിക്കൽ ഇന്റർവെൻഷൻ വേണ്ടി വരാറുണ്ട്. പാരാ ഈസോഫാഗൽ ഹെർണിയേഴ്സ്, അതിനകത്താണ് പ്രത്യേകിച്ച് എമർജൻസി സർജറി വരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എന്താണ് ഒരു അപ്പർ പാർട്ട് മാത്രമല്ല, കുറച്ചധികം പാർട്ട് സ്റ്റൊമക്കിന്റെ ഈ പറഞ്ഞ പാരാ ഈസോഫാഗൽ ഹെർണിയ കേസിലേക്ക് അത് നമ്മുടെ ആ ഒരു ലോവർ തൊറാക്സിലേക്ക് കയറുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് എമർജൻസി സർജറി വേണ്ടി വരും. ഓക്കെ, ഫോർ ടോർഷൻ ആൻഡ് കോംപ്രമൈസ്ഡ് ബ്ലഡ് ഫ്ലോ. ഓക്കെ, അങ്ങനത്തെ കണ്ടീഷൻസ് വരുന്ന സമയത്ത് നമുക്ക് എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ടി വരും. ബോത്ത് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ്സ് ആർ സിമിലർ ടു ദോസ് ഓഫ് ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ്. നമ്മൾ ഗേർഡ് പറയില്ലേ, ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസിന്റെ പോലത്തെ സിമിലർ ആയിട്ടുള്ള മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു കണ്ടീഷൻസിനകത്തും കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മൾ നോക്കുന്നത് ഡൈവർട്ടിക്കുലമാണ്. ഓക്കെ, ഡൈവർട്ടിക്കുലം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഔട്ട് പൗച്ചിങ് ഓഫ് ദ ഈസോഫാഗൽ മ്യൂക്കോസ് ആൻഡ് സബ് മ്യൂക്കോസ് ആണ്. അതായത് ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഇത് നമ്മുടെ ഈസോഫാഗസ് എന്ന് പറയുന്ന ആ ഒരു സാധനം അല്ലെ, ആ ഒരു മസ്കുലർ ട്യൂബാണ് ഈ പോകുന്നത്. ഇതിന്റെ മ്യൂക്കോസയും സബ് മ്യൂക്കോസയും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ബൾജ് ചെയ്ത് വരുന്നു. കണ്ടോ, ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്നു. അതാണ് എന്ത്, ഡൈവർട്ടിക്കുലം എന്ന് പറയുന്നത്. അപ്പൊ ഡൈവർട്ടിക്കുലം ഈസ് ആൻ ഔട്ട് പൗച്ചിങ് ഓഫ് ദ ഈസോഫാഗൽ മ്യൂക്കോസ് ആൻഡ് സബ് മ്യൂക്കോസ ത്രൂ എ വീക്ക് സ്പോട്ട് ഇൻ ദ മസിൽ ലെയർ. അതായത് എല്ലാ ഭാഗത്തൊന്നും അല്ല, ഈ മസിൽ ലെയറിൽ ഇപ്പൊ ഇവിടെ ഒരു വീക്ക്നെസ് വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു, ബൾജ് ചെയ്ത് പുറത്തേക്ക് വരുന്നു. ഇവിടെ ഒരു വീക്ക്നെസ് വരുമ്പം അത് ബൾജ് ചെയ്ത് പുറത്തേക്ക് വരുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈവർട്ടിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഏതൊക്കെ കണ്ടീഷൻസിൽ ഉണ്ടാവും, ഫാരിഞ്ചോ ഈസോഫാഗൽ അല്ലെ, നമ്മുടെ ആ ഒരു അപ്പർ പാർട്ടിലുണ്ടാകും. അതായത് ഫാരിങ്സിന്റെ അവിടെ നമ്മുടെ ഈസോഫാഗസ് ഇങ്ങനെ വരുന്ന ആ ഒരു പാർട്ടിൽ, അപ്പർ പാർട്ടിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള പാർട്ടാണ്. അവിടെ വരുന്നതിനെയാണ് നമ്മൾ സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം എന്ന് പറയുന്നത്. അപ്പൊ ആലോചിക്കുക, സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം എന്ന് പറയുന്ന ആ ഒരു അപ്പർ പാർട്ട് ഓഫ് ദി ഈസോഫാഗസ് അല്ലെങ്കിൽ ആ ഒരു ഫാരിങ്കോ ഈസോഫാഗൽ റീജിയനിൽ വരുന്ന ഡൈവർട്ടിക്കുലത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം എന്ന് പറയും കേട്ടോ, സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഇനി അടുത്ത മിഡ് ഈസോഫാഗൽ ഉണ്ട്. അതായത് നമ്മുടെ ഈസോഫാഗസിന്റെ ആ ഒരു ബിഗിനിങ് ആണ് നമ്മുടെ ആ ഒരു ഫാരിങ്കോ ഈസോഫാഗൽ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത മിഡിൽ ഭാഗത്തേക്ക് വരും, മിഡ് ഈസോഫാഗലിൽ വരും. അതുപോലെ തന്നെ മൂന്നാമത് എപ്പിനെഫ്രിക്, അതായത് നമ്മുടെ ആ ഒരു ഡയഫ്രത്തിലേക്ക് അതിങ്ങനെ കയറിയിട്ട് സ്റ്റൊമക്കിലോട്ട് എൻ്റർ ചെയ്യുമല്ലോ, അപ്പൊ ആ ഒരു പാർട്ടിൽ വരും. അതാണ് എപ്പിനെഫ്രിക് അല്ലെങ്കിൽ ലോവർ നിയർ ഡയഫ്രം വരുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇൻട്രാമ്യൂറൽ ഉണ്ട്. ഇൻട്രാമ്യൂറൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇൻട്രാമ്യൂറൽ എന്ന് പറയുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ സ്മോൾ പൗച്ചസ് അസോസിയേറ്റഡ് വിത്ത് ഈസോഫാഗൽ സ്ട്രിങ്ചർ. ഓക്കെ, ഈസോഫാഗൽ ആ ഒരു സ്ട്രിങ്ചറുമായിട്ട് അസോസിയേറ്റ് ചെറിയ മൾട്ടിപ്പിൾ പോക്കറ്റ്സ് വരെ, അതാണ് ഇൻട്രാമ്യൂറൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു എന്താണ്, ഫാരിങ്കോ ഈസോഫാഗൽ റീജിയനിൽ വരും, അതുപോലെ തന്നെ മിഡ് ഈസോഫാഗൽ റീജിയനിൽ വരും. ഫാരിങ്കോ ഈസോഫാഗൽ റീജിയനിൽ വരുന്നത് നമ്മൾ സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം എന്ന് പറയുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മിഡ് ഈസോഫാഗൽ റീജിയനിൽ വരും, മിഡിൽ പാർട്ടിൽ അല്ലെങ്കിൽ ലോവർ നിയർ ദ ഡയഫ്രത്തിൽ, അതിനെ നമ്മൾ എപ്പിനെഫ്രിക് എന്ന് പറയും. മൾട്ടിപ്പിൾ സ്മോൾ പൗച്ചസ്, അത് ഈസോഫാഗൽ സ്ട്രക്ചറായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതിന് നമ്മൾ ഇൻട്രാമ്യൂറൽ എന്നും പറയും. ഓക്കെ, ഇതാണ് നമ്മുടെ സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഏറ്റവും കോമൺ ടൈപ്പ് ഓഫ് ഡൈവർട്ടിക്കുലം ആണ് സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ക്രിക്കോഫാരിഞ്ചൽ മസിൽ ഉണ്ടല്ലോ, ക്രിക്കോഫാരിഞ്ചൽ മസിലിലൂടെയാണ് പോസ്റ്റീരിയർലി ആണ് ഏത് ഈ ഒരു സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ക്രിക്കോഫാരിഞ്ചൽ മസിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുമെങ്കിൽ നമ്മുടെ ആഡംസ് ആപ്പിൾ എന്നൊക്കെ പറയില്ലേ. ഓക്കെ, മെയിൽസിലൊക്കെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ആ ഒരു ആഡംസ് ആപ്പിൾ എന്ന് പറയുന്ന അതിന് തൊട്ട് താഴെയായിട്ടുള്ള ഒരു മസിലാണ് ഏത്, നമ്മുടെ ഈ ഒരു ക്രിക്കോഫാരിഞ്ചൽ മസിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ പോസ്റ്റീരിയറിൽ ഉള്ള ഒരു ബൾജിങ് ആയിട്ടാണ് ഈ ഒരു സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് സീൻ മോർ ഇൻ മെൻ, ദാറ്റ് ഈസ് 3 times മോർ. ആണുങ്ങളിലാണ്, പുരുഷന്മാരിലാണ് കൂടുതൽ, ഏകദേശം 3 ഇരട്ടിയിലധികം ആണുങ്ങളിലാണ് കാണുന്നത്. ആൻഡ് ഇൻ ഓൾഡർ അഡൽട്ട്, അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിലുള്ളവരിലുമാണ് ഈ ഒരു സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം കോമൺ ആയിട്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തത് എപ്പിഫ്രനിക് ഡൈവർട്ടിക്കുലം. ഓക്കെ, എപ്പിഫ്രനിക് ഡൈവർട്ടിക്കുലം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ലോവർ ഈസോഫാഗസിന്റെ അവിടെ കാണപ്പെടും എന്ന് പറയുന്നത്. അത് കുറച്ച് ലാർജർ ആയിരിക്കും, നിയർ ലോവർ ഈസോഫാഗസ് ആയിരിക്കും. ഇറ്റ് ഈസ് ഓഫൺ ഡ്യൂ ടു മോട്ടോർ ഡിസോർഡേഴ്സ് ഓർ ഡിസ്ഫങ്ഷൻ ഓഫ് ദ ലോവർ ഈസോഫാഗൽ സ്പിങ്ക്ടർ. നമ്മുടെ ആ ഒരു ഈസോഫാഗറിന്റെ ആ ഒരു ലോവർ ഈസോഫാഗൽ സ്പിങ്ക്ടർ ഉണ്ടല്ലോ, നമ്മുടെ എന്താ പറയുന്നത്, സ്റ്റൊമക്കിലേക്ക് കയറുന്ന ഭാഗത്തുള്ള ആ ഒരു സ്പിങ്ക്ടറിന്റെ അവിടത്തുള്ള മോട്ടോർ ഡിസോർഡർ കൊണ്ടോ അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ കൊണ്ടോ ഒക്കെയാണ് ഈ ഒരു എപ്പിഫ്രനിക് ഡൈവർട്ടിക്കുലം അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി അടുത്തത് മിഡ് ഈസോഫാഗൽ ഡൈവർട്ടിക്കുലം ആണ്. ഇത് യൂഷ്വലി വളരെ റെയർ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് നമ്മുടെ ആ ഒരു സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം ആണെന്നുള്ളത് ആലോചിക്കുക. പിന്നെ രണ്ടാമത് വരുന്നതാണ് നമ്മുടെ ആ ഒരു എപ്പിഫ്രനിക് ഡൈവർട്ടിക്കുലം എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നതാണ് എന്ത്, മിഡ് ഈസോഫാഗൽ ഡൈവർട്ടിക്കുലം എന്ന് പറയുന്നത്. ഇത് വളരെ റെയർ ആണ്, യൂഷ്വലി മൈൽഡ് ആണ്, ഓഫൺ ഡസ് നോട്ട് നീഡ് സർജറി ഒന്നും ഇതിന് വേണ്ടി വരാറില്ല. ഓക്കെ, പിന്നെ ഇൻട്രാമ്യൂറൽ ഡൈവർട്ടിക്കുലോസിസ് ഉണ്ട്.
ഇൻട്രാമ്യൂറൽ ഡൈവർട്ടിക്കുലോസ് ആണ് എന്ത് സ്മോൾ ന്യൂമറസ് ഡൈവർട്ടിക്കുലൈ ഇൻ അപ്പർ ഈസോഫാഗസ്. അപ്പർ ഈസോഫാഗസിൽ തന്നെ ഒരുപാട് ന്യൂമറസ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഡൈവർട്ടിക്കുലോസ് കാണപ്പെടുന്നതാണ് ഇൻട്രാമ്യൂറൽ ഡൈവർട്ടിക്കുലോസിസ്. യൂഷ്വലി ഡ്യൂ ടു സ്ട്രിക്ചേഴ്സ് ഒക്കെ കാരണം, അതായത് മസിൽസിനകത്ത് ആ ഒരു ഇത് വീഴുന്നത് കാരണമാണ് ഇങ്ങനത്തെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആ ഒരു പൗച്ചസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് നോക്കാം. സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലത്തിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് അത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഡിസ്ഫേജിയാണ്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി സ്വാലോയിങ് ഉണ്ടായിരിക്കും. രണ്ട് ഫുൾനെസ് ഇൻ ദ നെക്ക്, അല്ലെ നെക്കിന് ആകപ്പാട് നമുക്ക് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ ഒരു ഫുൾനെസ് ഫീൽ ചെയ്യും. പിന്നെ മൂന്നാമത് പറയുന്നതാണ് റീഗർഗിറ്റേഷൻ ഉണ്ടായിരിക്കും, അതായത് നമ്മുടെ അൺഡൈജസ്റ്റഡ് ഫുഡ് എസ്പെഷ്യലി നമ്മൾ കിടക്കുന്ന സമയത്ത് എന്താണ് പാർഷ്യലി ഡൈജസ്റ്റഡ് അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാത്തുള്ള ഫുഡിന്റെ ആ ഒരു റീഗർഗിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു റിപ്പൾഷൻ ഉണ്ടാകാം. കഫിങ് ഡ്യൂ ടു ട്രക്കിൽ ഇറിറ്റേഷൻ, ഇനി ഇത് പറഞ്ഞൊക്കെ ട്രക്കിലോട്ടൊക്കെ കയറിയിട്ട് ഇറിറ്റേഷൻ വന്നിട്ട് കഫിങ് ഉണ്ടാകും. ഓക്കെ, പിന്നെ ബെൽച്ചിങ് ഗർഗ്ലിംഗ് നോയ്സസ് ആഫ്റ്റർ ഈറ്റിംഗ്, അല്ലെ നമ്മൾ കഴിച്ചതിൻ്റെ ബെൽച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഗ്യാസിൻ്റെ പോലത്തെ സൗണ്ട് അല്ല, അതൊക്കെ ഗർഗ്ലിംഗ് നോയ്സസ് ഒക്കെ ഇങ്ങനെ വയറ്റിനകത്ത് ഇങ്ങനെ ചെറിയ ഇങ്ങനെ കുളു 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 അങ്ങനത്തെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാകും അത് ഫുഡ് കഴിച്ചതിൻ്റെ. അതൊക്കെ നമ്മുടെ ഈ ഒരു സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലത്തിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസിൽ വരുന്നതാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഡിസ്ഫേജിയ ഉണ്ട്, ഫുൾനെസ് ഇൻ ദ നെക്ക് ഉണ്ട്, റീഗർഗിറ്റേഷൻ ഓഫ് ദ അൺഡൈജസ്റ്റഡ് ഫുഡ് എസ്പെഷ്യലി വെൻ ലൈങ് ഡൗൺ, കഫിംഗ് ഡ്യൂ ടു ട്രക്കിൽ ഇറിറ്റേഷൻ ആൻഡ് ബെൽച്ചിങ് ആൻഡ് ഗർഗ്ലിംഗ് നോയ്സസ് ആഫ്റ്റർ ഈറ്റിംഗ്. ഓക്കെ, പിന്നെ ഹാലിറ്റോസിസ് ആൻഡ് സോർ ടേസ്റ്റ് ഫ്രം ഡീകമ്പോസിങ് ഫുഡ്. നമ്മൾ പറഞ്ഞു അൺഡൈജസ്റ്റഡ് ഫുഡൊക്കെ തിരിച്ചു കയറി വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ കൊണ്ട് എന്താണ് ഹാലിറ്റോസിസ് ഉണ്ട്. ഹാലിറ്റോസിസ് എന്ന് വെച്ചാൽ എന്താണ്? ബാഡ് ബ്രീത്തിനാണ് കേട്ടോ, ബാഡ് അല്ലെങ്കിൽ ഫൗൾസ് ബ്രീത്തിനാണ് നമ്മൾ ഹാലിറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാലിറ്റോസിസ് ഉണ്ടാകാം. അതുപോലെ തന്നെ സവർ ടേസ്റ്റ്, വായിക്കകത്ത് ഇങ്ങനെ ആകപ്പാട് ഒരു പുളിപ്പ് പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാകും. ഓക്കെ, അടുത്തത് മിഡ് ഈസോഫാഗൽ ഡൈവർട്ടിക്കുലത്തിൻ്റെ സിംറ്റംസ് ആണ് പറയുന്നത്. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അത് വളരെ റെയർ ആണ്. ഈ ഉള്ള കണ്ടീഷൻസിൽ വെച്ചിട്ട് അത്യാവശ്യം മൈൽഡ് ആയിട്ടുള്ളൊരു കേസാണ്. നമുക്ക് അങ്ങനെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റോ വലിയ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ മാനേജ്മെൻറ്റോ ഒന്നും വേണ്ടി വരാറില്ല. കാര്യം ഇവിടെ സിംറ്റംസ് എന്താണ്? ലെസ് സിവിയർ ആയിരിക്കും. ഇനി അടുത്ത എപ്പിഫ്രനിക് ഡൈവർട്ടിക്കുലത്തിലാണ് എന്ത് ഈ പറഞ്ഞ കണക്ക് 1/3 അസിംപ്റ്റോമാറ്റിക് ആയിരിക്കും. ഓൾമോസ്റ്റ് 1/3 കേസ് അസിംപ്റ്റോമാറ്റിക് ആയിരിക്കും. പിന്നെ ബാക്കിയുള്ളവരിൽ എന്തായിരിക്കും? ചെസ്റ്റ് പെയിൻ ഉണ്ടായിരിക്കും, നെഞ്ചുവേദന വരും, അതിലൊക്കെ ഡിസ്ഫേജിയ പോലത്തെ വരും. ഓക്കെ, ഇനി ഇൻട്രാമ്യൂറൽ ഡൈവർട്ടിക്കുലോസിസ് നമ്മൾ പറഞ്ഞല്ലോ, സ്ട്രിക്ചേഴ്സ് ഒക്കെ ഉള്ളെടുത്തിട്ട് മൾട്ടിപ്ലൈ ആയിട്ടുള്ള ഡൈവർട്ടിക്കുല അപ്പിയർ ചെയ്യുന്നത്. അവിടെയും ഡിസ്ഫേജിയാണ് പ്രധാനപ്പെട്ട ഒരു മെയിൻ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇതിൻ്റെ അസസ്മെന്റ് ആൻഡ് ഡയഗ്നോസിസ് എന്തൊക്കെയാണ്? അഗെയിൻ ബേരിയം സ്വാലോ വരുന്നുണ്ട്. അപ്പോൾ ബേരിയം സ്വാലോ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ആ ഒരു വൈറ്റ് ഇതുപോലെ ഫോം ചെയ്യുന്നത് കാരണം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടൊക്കെയാണ് ലൊക്കേഷൻ, എവിടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡൈവർട്ടിക്കുലത്തിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. പിന്നെ മാനോമെട്രിക് സ്റ്റഡീസ് വെച്ചിട്ട് എന്താണ്? എസ്പെഷ്യലി ഫോർ എപ്പിഫറിൻ ടൈപ്പിനാണ് നമ്മൾ മാനോമെട്രിക് സ്റ്റഡീസ്, അത് മോട്ടോ ഡിസോർഡേഴ്സും എല്ലാം കൊണ്ടാണോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈസോഫാഗോസ്കോപ്പി അല്ലെ, നമ്മുടെ ആ ഒരു സ്കോപ്പ് അകത്തേക്ക് വെച്ചുകൊണ്ട് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഡ്യൂ ടു റിസ്ക് ഓഫ് പെർഫറേഷൻ. അഗെയിൻ ഇവിടെ ഈസോഫാഗോസ്കോപ്പി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരു ചെറിയൊരു സ്കോപ്പ് പോലത്തെ ഒരു സാധനമാണ് അതിനകത്തോട്ട് പോകുന്നത്. അപ്പം ഇതൊരു മസ്കുലർ ട്യൂബ് പോലത്തെയാണ്. അപ്പം അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു പെർഫറേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. പക്ഷേ ഈസോഫാഗോസ്കോപ്പി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നേസോ ഗ്യാസ്ട്രിക് ട്യൂബ്സ് വെച്ച് ബ്ലൈൻഡ് ഇൻസേർഷൻ ഷുഡ് ബി അവോയ്ഡ് അല്ലേ. നേസോ ഗ്യാസ്ട്രിക് ട്യൂബ്സ് വെച്ചിട്ട് നമുക്ക് അസസ് ചെയ്യാം. ബ്ലൈൻഡ് ഇൻസേർഷൻ ഷുഡ് ബി അവോയ്ഡ്. ബ്ലൈൻഡ് ഇൻസേർഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ പറഞ്ഞൊക്കെ നമ്മൾ ഒരു ധാരണയും ഇല്ലാതെ ചുമ്മാതെ ഇഞ്ചെക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഗൈഡിങ്ങും ഇല്ലാണ്ട് നമ്മൾ കൊടുക്കില്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് ബ്ലൈൻഡ് ഇൻസേർഷൻ ഷുഡ് ബി അവോയ്ഡ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ മാനേജ്മെന്റിൽ എന്തൊക്കെ വരുന്നുണ്ട്? സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലത്തിൽ പ്രത്യേകം പറയുമ്പോൾ സർജിക്കൽ റിമൂവൽ, ഡൈവർട്ടിക്കുലോട്ടമി ഈസ് ദ ഒൺലി ക്യൂർ അല്ലെ. ആ ഡൈവർട്ടിക്കുലത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്ടമി ചെയ്യുന്നു, സർജിക്കലി റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഡൈവർട്ടിക്കുലക്ടമി ഈസ് ദ ഒൺലി ക്യൂർ ഇൻ സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം. പിന്നെ ഓഫൺ കമ്പൈൻഡ് വിത്ത് എന്താണ്? ക്രിക്കോഫാരിഞ്ചൽ മയോട്ടമി ടു റിലീവ് മസിൽ സ്പാസം. കാര്യം നമ്മൾ പറഞ്ഞു ആ ഒരു ക്രിക്കോഫാരിഞ്ചൽ മസിലിന്റെ അവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പം അതിനോട് ചേർന്ന് നമ്മൾ ആ ഒരു മസിൽസിനെ തന്നെ കട്ട് ചെയ്യേണ്ടി വരും. അതാണ് ക്രിക്കോഫാരിഞ്ചൽ മയോട്ടമി എന്ന് പറയുന്നത്, കട്ടിങ് ഓഫ് ദാറ്റ് മസിൽ, മയോട്ടമി ടു റിലീവ് മസിൽ സ്പാസം. മസിൽ സ്പാസത്തിനെയൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്താണ്? മോണിറ്റർ ഫോർ ലീക്കേജ് ഓർ ഫിസ്റ്റിൽ അല്ലെ. ഈ
പറഞ്ഞൊക്കെ നമ്മൾ സർജറി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് ലീക്കേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസ്റ്റുല ഓപ്പണിങ്ങോ വല്ലോ ഫോം ചെയ്തിട്ടുണ്ടോ നോക്കുക. അതിലൊക്കെ നമുക്ക് നേസോ ഗ്യാസ്ട്രിക് ട്യൂബ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഫ്ലൂയിഡ്സ് വിത്ത്ഹെൽഡ് അണ്ടിൽ എക്സ്റേ കൺഫേം സീലിംഗ് അല്ലേ, അതായത് നമ്മൾ ഫ്ലൂയിഡ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം എക്സ്റേ നമ്മൾ എടുത്തിട്ട് അത് ആ ഒരു സംഭവങ്ങൾ നമ്മൾ റിമൂവ് ചെയ്തതെല്ലാം അല്ലെങ്കിൽ സർജിക്കലി റിമൂവ് ചെയ്ത ആ ഒരു പാർട്ടൊക്കെ കംപ്ലീറ്റ്ലി ഹീലായി എന്ന് ഉറപ്പാവുന്നതിന് വരെ നമ്മൾ ഫ്ലൂയിഡ്സ് ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല. ഡയറ്റ് അഡ്വാൻസ്ഡ് ഗ്രാജുവലി ഫ്രം ലിക്വിഡ്സ്. ഓക്കെ, ഗ്രാജുവലി ആണ് നമ്മൾ ആ ഒരു ലിക്വിഡ്സിലേക്ക് ഡയറ്റ് അഡ്വാൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി എപ്പിഫ്രനിക് ആൻഡ് മിഡ് ഈസോഫാഗൽ ഡൈവർട്ടിക്കുലത്തിന്റെ മാനേജ്മെന്റിൽ പറയുമ്പോഴത്തേക്ക് സർജറി തന്നെയാണ് അഗെയിൻ പറയുന്നത്. ഡൈവർട്ടിക്കുലോക്ടമിയും പറയാം, ലോങ് മയോട്ടമിയും പറയാം. കാര്യം അത് കുറച്ച് ആ ഒരു ഉള്ളിലേക്കുള്ള നടുക്കോട്ടുള്ള ഭാഗങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഡൈവർട്ടിക്കുലക്ടമി പ്ലസ് ലോങ് മയോട്ടമി ഇഫ് സിംറ്റംസ് ആർ സിഗ്നിഫിക്കൻറ്റ്. സിംറ്റംസ് അത്രയും പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോമിനൻ്റ് ആണെങ്കിൽ മാത്രം ഈ പറഞ്ഞ സംഭവം ഡൈവർട്ടിക്കുലക്ടമിയും അല്ലെങ്കിൽ ലോങ് മയോട്ടമിയും ചെയ്താൽ മതി. ഇനി ഇൻട്രാമ്യൂറൽ ഡൈവർട്ടിക്കുലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മൾട്ടിപ്ലൈ ആയിട്ടുള്ള ഡൈവർട്ടിക്കുലോസ് കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പം ഓഫൺ ഇംപ്രൂവ്സ് ആഫ്റ്റർ ഡയലേഷൻ ഓഫ് ഈസോഫാഗൽ സ്പിൻഡർ. നമ്മുടെ ആ ഒരു ഈസോഫാഗൽ സ്പിൻഡർ ഒന്ന് ഡയലേറ്റ് ചെയ്താൽ തന്നെ ആ ഒരു കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതായത് ഇപ്പം എന്താ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഇവിടെ സ്പിൻഡർ ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ സ്റ്റൊമക്കിനകത്ത് എന്തുണ്ട്, ആ ഗ്യാസ്ട്രിക് കണ്ടൻസ് ഉണ്ട്. ഇവിടെ സ്പിൻഡർ ഓപ്പൺ ചെയ്തിരിക്കുന്നു, എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗ്യാസ്ട്രിക് കണ്ടൻസ് മുകളിലേക്ക് കയറുന്നു, അതായത് റിഫ്ലക്സ് നടക്കുന്നു. ഇറ്റ് ഈസ് ദ എക്സസീവ് ബാക്ക് ഫ്ലോ ഓഫ് ഗ്യാസ്ട്രിക് ഓർ ഡുവോഡിനൽ കണ്ടൻസ് ഇൻ ടു ദ ഈസോഫാഗസ് ബിയോണ്ട് വാട്ട് ഈസ് കൺസിഡർഡ് ഫിസിയോളജിക്കലി നോർമൽ അല്ലെ. നോർമലി സംഭവിക്കുന്നതിനേക്കാളും എക്സസീവ്ലി എന്ത് ചെയ്യുന്നു, ആ ബാക്ക് ഫ്ലോ ഓഫ് ദ ഡുവോഡിനൽ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് കണ്ടൻസ് ഇൻ ടു ദ ഈസോഫാഗസ്. അതിനെയാണ് നമ്മൾ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കോമൺ കോസസിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഇൻകംബീറ്റന്റ് ലോവർ ഈസോഫാഗൽ സ്പിൻഡർ അല്ലെ. കാര്യം ഈ ഒരു ലോവർ ഈസോഫാഗൽ സ്പിൻഡർ പ്രോപ്പറായിട്ട് ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ഇവിടത്തേക്ക് ഒരു റിഫ്ലക്സ് കയറി വരുമോ, വരില്ല. പക്ഷേ ഇത് കമ്പീറ്റന്റ് അല്ല, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് അല്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് കാരണം അവിടത്തേക്ക് ഒരു റിഫ്ലക്സ് സംഭവിക്കും. ആ ഒരു റിഫ്ലക്സ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നു, ആ ഒരു സ്പിൻഡർ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പം കോമൺ കോസിൽ വരുന്നത് ഇൻകംബീറ്റന്റ് ലോവർ ഈസോഫാഗൽ സ്പിൻഡർ ആണ്. LESന്റെ ഇൻകംബീറ്റൻസ് ആണ് പറയുന്നത്. പിന്നെ പൈലോറി സ്റ്റിനോസിസ്, ആ ഒരു നാരോയിങ് പോലത്തെ സംഭവിക്കുന്നത് കാരണം വരാം. അതിലൊക്കെ ഈസോഫാഗൽ മോട്ടിലിറ്റി ഡിസോർഡേഴ്സ്, ഈസോഫാഗസിനകത്തുള്ള പല ടൈപ്പ് ഓഫ് മോട്ടിലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പക്കലേസി ആയാലും ഡിഫ്യൂസ് ഈസോഫാഗൽ സ്പാസ് ഒക്കെ ആണെങ്കിലും റീസൺസ് ആണ്. പിന്നെ ഇൻസിഡൻസ് ഇൻക്രീസസ് വിത്ത് ഏജിങ് അല്ലെ, ഏജ് അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഗേർഡിന്റെ ഒക്കെ ഇൻസിഡൻസ് കൂടി വരാം. ഓക്കെ, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാണ്, ഒന്ന് പൈറോസിസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർട്ട് ബേൺ എന്ന് പറയും. ഓക്കെ, ഹാർട്ട് ബേൺ അല്ലെങ്കിൽ ആ ഒരു നെഞ്ചരിച്ചിലിനെയാണ് നമ്മൾ പൈറോസിസ് എന്ന് പറയുന്നത്. പിന്നെ ഡിസ്പെപ്സിയ, അതായത് പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കാത്ത ഇൻഡൈജഷൻ, ഡിസ്പെപ്സിയ ഉണ്ടാവും. പിന്നെ റീഗർഗിറ്റേഷൻ, ഇങ്ങനെ ഈ പുളിച്ചു തകട്ടുക എന്ന് പറയത്തില്ല, അതായത് ആ കണ്ടൻസ് എല്ലാം കൂടെ തിരിച്ച് പുറത്തേക്ക് അത് ചെയ്യുക. ഓക്കെ, അതാണ് റീഗർഗിറ്റേഷൻ ഉണ്ടായിരിക്കും. ഡിസ്ഫേജിയ, ഡിഫിക്കൽട്ടി സ്വാലോയിങ്, അതുപോലെ തന്നെ ഒഡിനോഫേഗിയ, പെയിൻഫുൾ സ്വാലോയിങ് ഉണ്ടായിരിക്കും. ഹൈപ്പർ സലൈവേഷൻ, സലൈവേഷൻ ഇൻക്രീസ്ഡ് ആയിരിക്കും. ഈസോഫാഗൈറ്റിസ്, ഈസോഫാഗസിന്റെ ഇൻഫ്ലമേഷൻ സംഭവിക്കും. കാര്യം ഗ്യാസ്ട്രിക് ആൻഡ് ഡ്യൂണൽ കണ്ടൻസ് ആണ് ഈസോഫാഗസിനകത്തോട്ട് വരുന്നത്. അപ്പം അതിനകത്ത് എന്താണ്, ലൈനിങ്ങിനൊക്കെ ഡാമേജ് ഒക്കെ സംഭവിക്കാം, ഈസോഫാഗസിന് ഇൻഫ്ലമേഷൻ വരാം. അതുപോലെ സിംറ്റംസ് മേ മിമിക് എ ഹാർട്ട് അറ്റാക്ക് അല്ലെ, ഹാർട്ട് അറ്റാക്കിന്റെ പോലെ നമുക്ക് ആ നെഞ്ചരിച്ചിലും നെഞ്ചുവേദന പോലത്തെ അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. ഇനി ഡയഗ്നോസിസ് ഈസ് ലാർജ്ലി എയ്ഡഡ് ബൈ പേഷ്യന്റ് ഹിസ്റ്ററി അല്ലെ. പേഷ്യന്റിന്റെ ഹിസ്റ്ററിയിൽ നിന്നാണ് നമുക്ക് പ്രധാനമായിട്ടും ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റുന്നത്. ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് ആണോ എന്നുള്ളത് പേഷ്യന്റ് ഒരു ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തത് അസസ്മെന്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഫൈൻഡിങ്സ്. എന്തൊക്കെയാണ് അസസ്മെന്റ്, ഡയഗ്നോസ്റ്റിക് ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്? ഓക്കെ, അഗൈൻ ആദ്യം തന്നെ പറയുന്നത് എൻഡോസ്കോപ്പി അല്ലെങ്കിൽ ബേറിയൻ സ്വാലോ ആണ്. ഈ പറഞ്ഞൊക്കെ മ്യൂക്കോസയ്ക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് എൻഡോസ്കോപ്പി വഴിയോ അല്ലെങ്കിൽ ബേറിയൻ സ്വാലോ വെച്ചിട്ട് അറിയാനായിട്ട് പറ്റും. പിന്നെ ഈസോഫാഗൽ pH മോണിറ്ററിങ്, അതായത് നമുക്കറിയാം ഈസോഫാഗസിന്റെ ഒരു pH ആയിരിക്കത്തില്ല, ഗ്യാസ്ട്രിക് ആ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടുത്തെ കണ്ടൻസ് എന്താണ് മറ്റേ ആസിഡ് സെക്രീഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ pH ലോവേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈസോഫാഗൽ pH മോണിറ്ററിങ്, അത് 12 to 36 hours മോണിറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ആസിഡ് റിഫ്ലക്സ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് ബിലിറുബിൻ മോണിറ്ററിങ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ബിലിടെക് എന്ന് പറയുന്നത്. ഇവാലുവേറ്റ്സ് ബൈൽ റിഫ്ലക്സ് വിച്ച് ക്യാൻ ഓൾസോ ഡാമേജ് മ്യൂക്കോസ്. ഓക്കെ, അപ്പം
ബിലിറുബിൻ്റെ മോണിറ്ററിങ്ങും നമ്മളവിടെ ചെയ്യുന്നുണ്ട്. ഇനി മാനേജ്മെന്റ് ഓഫ് ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് ഫസ്റ്റ് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഡയറ്ററി മോഡിഫിക്കേഷൻ ആണ് പറയുന്നത്. അതായത് ഈ പറഞ്ഞൊക്കെ നമ്മൾ ഒരുപാട് ഫാറ്റ് അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കുറയ്ക്കാം, അവോയ്ഡ് കഫീൻ, ടുബാക്കോ, ബീർ, മിൽക്ക്, പെപ്പർമിന്റ്, സ്പിയർമെന്റ്, കാർബണേറ്റഡ് ബിവറേജസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചും നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ അസിഡിക് സ്വഭാവം കാണിക്കുന്ന ഫുഡുകളാണ് ഇതൊക്കെ. ഈ കഫീൻ ആയാലും ടുബാക്കോ, ബിയർ, മിൽക്ക്, ഇതൊക്കെ കുറച്ചുകൂടെ അസിഡിക് നേച്ചർ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫുഡൊക്കെ നമ്മൾ കുറയ്ക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ് 2 hours ബിഫോർ ബെഡ് ടൈം, അല്ലെ ഉറങ്ങുന്നതിന് മുന്നേ 2 മണിക്കൂർ മുന്നേ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം. മെയിൻറ്റെയിൻ നോർമൽ ബോഡി വെയിറ്റ്, നമ്മുടെ ബോഡി വെയിറ്റ് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അവോയ്ഡ് ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ഒക്കെ ടൈറ്റ് ആയിട്ടുള്ള ഫിറ്റിംഗ് അവോയ്ഡ് ചെയ്യുക. എലിവേറ്റ് ദ ഹെഡ് ഓഫ് ദ ബെഡ്, ദാറ്റ് ഈസ് 6 to 8 inches or 15-20 centimeter, അല്ലെ ഹെഡ് നമ്മുടെ ബെഡിന്റെ ഹെഡ് ഭാഗം കുറച്ചൊന്ന് ഉയർത്തി വെക്കുക, അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ആ ഒരു റിഫ്ലക്സ് മുകളിലേക്ക് കയറി വരും. ഓക്കെ. ഇനി യൂസ് പില്ലോ ടു റേസ് ടു അപ്പർ ബോഡി, അല്ലെങ്കിൽ നമുക്ക് പില്ലോസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അപ്പർ ബോഡിനെ റേസ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി മെഡിക്കേഷൻസ് എന്തൊക്കെയാണ് മെഡിക്കേഷൻസിൽ വരുന്ന? ആന്റാസിഡ്സ് യൂസ് ചെയ്യാം. നമുക്കറിയാം ഈ വരുന്ന കണ്ടൻസിനകത്ത് എന്താണ് അസിഡിക് കണ്ടന്റ് ആണ്, അപ്പോൾ അതിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാനായിട്ടുള്ള ആന്റാസിഡ്സ് യൂസ് ചെയ്യാം. ഹിസ്റ്റമിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ്, ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് മെഡിക്കേഷൻസിൽ നമുക്ക് ഹിസ്റ്റമിൻ റിസപ്റ്റേഴ്സ് ബ്ലോക്കേഴ്സ് കൊടുക്കാം. PP ഇൻഹിബിറ്റേഴ്സ്, അതായത് നമ്മുടെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, എക്സാമ്പിൾ ലാൻസോപ്രസോൾ, റാബിപ്രസോൾ പോലത്തെ മെഡിസിൻസ് ഒക്കെ കൊടുക്കാം. പിന്നെ ഡിക്രീസ് ആസിഡ് റിലീസ്, അല്ലെ ആസിഡ് റിലീസ് പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനെന്താണ്? മേ ഇൻക്രീസ് ബാക്ടീരിയൽ ഗ്രോത്ത് ആൻഡ് ഇൻഫെക്ഷൻ റിസ്ക്. ഓക്കെ, ഇവിടെ അതിലൊക്കെ എന്താണ് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവാനും ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി അടുത്തത് പ്രോകൈനറ്റിക് ഏജൻസ്. പ്രോകൈനറ്റിക് ഏജൻസ് എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് എംപ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് ഈ പ്രോകൈനറ്റിക് ഏജൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്യാസ്ട്രിക് കണ്ടൻസ് അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ ഈ ഒരു ഈസോഫാഗൽ സ്ഫിങ്ക്ടർ അവിടെ പറഞ്ഞൊക്കെ പ്രോപ്പറായിട്ട് ഇൻകമ്പാറ്റബിൾ ആയതുകൊണ്ട് ഇത് തിരിച്ചു കയറി വരുന്നത്. അപ്പോൾ ഗ്യാസ്ട്രിക് കണ്ടൻസ് പെട്ടെന്ന് അതങ്ങ് എംപ്റ്റി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രോകൈനറ്റിക് ഏജൻസിനെ യൂസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഈ ബെറ്റാനക്കോൾ, അല്ലെങ്കിൽ ഡോംബറിഡോൺ, മെറ്റോക്ലോപ്രമൈഡ്, അങ്ങനത്തെ പോലത്തെ മെഡിസിൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഈ മെറ്റോക്ലോപ്രമൈഡിന് ഇവിടെ ഒരു എന്താ പറയുക സൈഡ് ഇഫക്റ്റ് പറയുന്നുണ്ട്. അതായത് ലോങ് ടേമിൽ അത് നമ്മുടെ CNS സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ടാകും, സെൻട്രൽ നെർവ് സിസ്റ്റത്തിനൊക്കെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പെക്റ്റിൻ ബേസ്ഡ് പ്രോഡക്ട്സ് ആർ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ, അതും നമ്മൾ നോക്കുന്നുണ്ട്. പെക്റ്റിൻ ബേസ്ഡ് ആയിട്ടുള്ള, പെക്റ്റിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഔട്ടർ കവറിങ്ങിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു സബ്സ്റ്റൻസ് ആണ് പെക്റ്റിൻ എന്ന് പറയുന്നത്. ഒരു കാർബോഹൈഡ്രേറ്റ് ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. അതിന് ഈ പറഞ്ഞൊക്കെ ഒരു ജെല്ലി, ഒരു സെറ്റിംഗ് സ്വഭാവമുണ്ട്. അപ്പം അതിനെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ സർജിക്കൽ ഇൻ്റർവെൻഷനിൽ, ഓക്കെ, മെഡിക്കൽ തെറാപ്പി നമ്മൾ മെഡിസിൻസും ഈ പ്രോകൈനറ്റിക് ഏജൻസും അല്ലെങ്കിൽ ആൻറ്റാസിഡ്സും ഒക്കെ കൊടുത്തിട്ട് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സർജിക്കൽ ഇൻ്റർവെൻഷനിലേക്ക് പോകാം. അവിടെ നമുക്ക് ഫണ്ടോപ്ലിക്കേഷൻ ചെയ്യാം. ഫണ്ടോപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിംഗ് പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക്, അതായത് നമ്മുടെ ഈ ഗ്യാസ്ട്രിക് ഫണ്ടസ് പാർട്ട് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നു. അപ്പം നമ്മുടെ ഈ ഒരു ലോവർ ഈസോഫാഗൽ സ്ഫിങ്ക്ടറിൻ്റെ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു? ഇത് റിഫ്ലക്സ് ചെയ്ത് പോകുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഫണ്ടോപ്ലിക്കേഷൻ. ഓഫൺ പെർഫോംഡ് ലാപ്രോസ്കോപ്പിക്കലായിരിക്കും നമ്മൾ ഈ ഒരു ഫണ്ടോപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് ആ ഒരു ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസിനകത്ത് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും മാനേജ്മെൻറ്റോട്ട് പറയാനായിട്ടുള്ളത്. കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ് ഇനിയും ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.